Hi all, welcome to Edu's Pharma Academy. So, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫാർമക്കോഗ്നോസിയിലെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോടോണിക് സ്റ്റിറോയിഡ്സ്. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ തന്നെ രണ്ട് കാര്യം നമ്മൾ പഠിച്ചു. ഒന്നാമത് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ കാർഡിയോടോണിക് ആണ്. അതായത് കാർഡിയാക് ഡിസീസസ്, ഹാർട്ട് ഡിസീസസിനൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന, ഹാർട്ട് റേറ്റിനെ ട്യൂൺ ചെയ്യുന്ന കാർഡിയോടോണിക് ആയിട്ടുള്ള യൂസ് വരുന്ന ഡ്രഗ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് കഴിഞ്ഞു. ഇനി രണ്ടാമത് നമുക്ക് സ്റ്റിറോൾസ്, അതായത് സ്റ്റിറോൾ കണ്ടെയ്നിങ് ഡ്രഗ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ രണ്ട് പോയിന്റ് പഠിച്ചു. ഒന്ന് കാർഡിയോടോണിക് ആണ് ഇതിന്റെ യൂസ്, രണ്ടാമത്തത് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സ്റ്റിറോൾ കണ്ടെയ്നിങ് ആണ്. സോ നെക്സ്റ്റ് ഡ്രഗ്സിലേക്ക് പോവാം. കാർഡിയോടോണിക് സ്റ്റിറോൾസ് 4 ഡ്രഗ്സ് ആണ് ആസ് യൂഷ്വൽ. എല്ലാത്തിലും കുറെ നമ്മൾ നാല് വെച്ചിട്ടാണ് പഠിച്ചത്. അപ്പം ഇവിടെയും 4 ഡ്രഗ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഡിജിറ്റാലിസ്, സ്ക്യുല്, ടെവേഷ്യ, സ്ട്രഫാന്തസ്. അപ്പം 4 ഡ്രഗ്സ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഡിജിറ്റാലിസ്, സ്ക്യുല്, ടെവേഷ്യ, സ്ട്രഫാന്തസ്. ഇതിലൊരു കാര്യം കൂടി ഞാൻ പറയാം. അപ്പൊ ഈ 4 ഡ്രഗ്സിന് കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇതിന്റെ കാർഡിയോടോണിക് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിനെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് സ്റ്റിറോൾ കണ്ടെയ്നിങ് ആണെന്നുള്ളത്. ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടി പറഞ്ഞുതരാം. ഡിജിറ്റാലിസ്. ഈ 4 ഡ്രഗ്സില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഡിജിറ്റാലിസ് ആണ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് നമ്മൾ കാർഡിയോടോണിക് എന്ന് പറഞ്ഞല്ലോ. അപ്പം കാർഡിയോടോണിക് ഇപ്പൊ 4 ഉണ്ടെന്ന്, 1, 2, 3, 4. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാർഡിയോടോണിക് എന്ന് പറയുന്നത് ഡിജിറ്റാലിസ് ആണ്. ഇപ്പൊ നമുക്ക് അത് വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, താഴെ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഓപ്ഷൻസിൽ കാർഡിയോടോണിക് ആയിട്ടുള്ള ഒരു ഡ്രഗ് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ കാർഡിയാക് ഗ്ലൈക്കോസൈഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡ്രഗ് ഏതാണ്, അല്ലെങ്കിൽ കാർഡിയോടോണിക് ആയിട്ടുള്ള സ്റ്റിറോൾ ഏതാണ് എന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻ ഇതാ: ഡിജിറ്റാലിസും, സ്ക്യുലും, ടെവേഷ്യയും, സ്ട്രഫാന്തസും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് 4 കാർഡിയോടോണിക്കിൽ പഠിച്ചു. നമുക്ക് കൺഫ്യൂഷൻ വരും. അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതില് മെയിൻ കാർഡിയോടോണിക് എന്ന് പറയുന്നത് ഡിജിറ്റാലിസ് ആണ്. അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് ഡിജിറ്റാലിസ് ആണ്. ഈ ഡിജിറ്റാലിസ് ഇല്ലാത്ത ഒരു അവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ ഡിജിറ്റാലിസ് നമുക്ക് കൊടുക്കാൻ ഡിജിറ്റാലിസിനൊക്കെ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ, മെഡിക്കൽ കണ്ടീഷൻ വേഴ്സ് ആവുന്നുണ്ടോ, എന്തെങ്കിലും ഒരു രീതിയിൽ ഡിജിറ്റാലിസിന് കൊടുക്കാൻ പറ്റാതെ അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് നമ്മൾ ബാക്കി 3 യൂസ് ചെയ്യുന്നത്: സ്ക്യുലും, ടെവേഷ്യയും, സ്ട്രഫാന്തസും. അപ്പൊ ഓവറോൾ ഇത് 4 കാർഡിയോടോണിക് ആയിട്ടുള്ള സ്റ്റിറോൾസ് ആണ്. അതായത് നമുക്ക് ഇതുപോലെ ഹാർട്ട് ഫെയിലിയർ വന്നാലും, അരിത്തിമിയ വന്നാലും, ഏട്രിയൽ ഫൈബ്രിലേഷൻ, ഏട്രിയൽ ഫ്ലട്ടർ പോലുള്ള ഒരുപാട് കാർഡിയാക് ഡിസീസസ് ഉണ്ട്. അതിലേത് വന്നാലും ഈ കാർഡിയാക് സിസ്റ്റത്തിനെ, നമ്മുടെ ഹാർട്ടിനെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാർട്ട് റേറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, ഹാർട്ടിന്റെ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാർഡിയോടോണിക് ആയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഏതാണ്? ഡിജിറ്റാലിസ് ആണ്. സ്ക്യുലും, ടെവേഷ്യയും, സ്ട്രഫാന്തസും കാർഡിയോടോണിക് തന്നെയാണ്. പക്ഷെ അത് ഡിജിറ്റാലിസ് ഇല്ലാത്ത കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട്, അതിന് പറ്റാത്ത കേസസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാത്രമാണ്. ബട്ട് ഓവറോൾ ഇത് 4 കാർഡിയോടോണിക് നേച്ചറാണ്. നമുക്ക് 4ന്റെയും യൂസിലും കാർഡിയോടോണിക് പറയാൻ പറ്റും. ഇപ്പം മെയിൻ ആയിട്ട് പറയുന്നത് ഡിജിറ്റാലിസ് ആണ്. സോ 1 by 1 ആയിട്ട് ഓരോ ഡ്രഗ്സും പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഫസ്റ്റ് ഡിജിറ്റാലിസ്. ഡിജിറ്റാലിസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഡിജിറ്റാലിസിന്റെ ബയോളജിക്കൽ സോഴ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഇതിന്റെ സിനോണിം നോക്ക്. നമുക്ക് മൊത്തത്തിൽ 3 സിനോണിം പഠിക്കാനുണ്ട്. സിനോണിംസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോ ഇത് ഇറ്റ് ഇസ് ഓൾസോ നോൺ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അതിൽ ഫസ്റ്റ് എത്തത് ഫോക്സ്ഗ്ലോവ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഡിജിറ്റാലിസ്, ഫോക്സ്ഗ്ലോവ്. ഡിജിറ്റാലിസിന്റെ വേറൊരു പേരാണ് ഫോക്സ്ഗ്ലോവ്, അല്ലെങ്കിൽ ഡിജിറ്റാലിസിന്റെ സിനോണിമാണ് ഫോക്സ്ഗ്ലോവ്. ഡിജിറ്റാലിസ് ഇസ് ഓൾസോ നോൺ ആസ് ഫോക്സ്ഗ്ലോവ്. ഇത് മസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇപ്പൊ ഈ ഗ്ലോവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഡിജിറ്റാലിസ് ആണെന്ന് വിചാരിച്ചോ? കാരണം എന്താ, ഇവിടെ വേറൊരു ഗ്ലോവും കൂടി ഉണ്ട്. ഡിജിറ്റാലിസ് ഇസ് ഓൾസോ നോൺ ആസ് ഫോക്സ്ഗ്ലോവ്, ഫിംഗർ ഫ്ലവർ ഓർ ലേഡീസ് ഗ്ലോവ്. ഇങ്ങനെ എല്ലാം പറയുന്നുണ്ട്. 3 പേര് പറയുന്നുണ്ടെങ്കിലും ഈ ഫോക്സ്ഗ്ലോവ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസിൽ.
അപ്പം ഡിജിറ്റാലിസ് ഇപ്പം ലിസ്റ്റഡ് ഓപ്ഷൻസിൽ ഏതാണ് ഫോക്സ് ക്ലോവിന്റെ സിനോണിം എന്ന് ചോദിച്ചാൽ ഡിജിറ്റാലിസ്, അല്ലെങ്കിൽ ഡിജിറ്റാലിസിന്റെ സിനോണിം എന്ന് പറയുമ്പോൾ ഓപ്ഷൻസിൽ കുറെ ഫോക്സ് ക്ലോവ് വന്നിട്ടുണ്ട്. സോ ഫോക്സ് ക്ലോവും പഠിക്കണം, അതേപോലെ തന്നെ ഇതും പഠിക്കും. ഫിംഗർ ഫ്ലവർ, ഈ ഫ്ലവർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്, കാരണം നമ്മൾ പഠിക്കുന്ന ഡിജിറ്റാലിസ് ലീവ്സിനെ പറ്റിയിട്ടാണ്. ലീവ്സ് പിക്ക് ഔട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡ്രഗ് എന്ന് പറയുന്നത് ലീവ്സ് ആണ് അതിന്റെ പാർട്ട്. അപ്പൊ ഫിംഗർ ഫ്ലവർ, ഇപ്പൊ ഡിജിറ്റാലിസിന്റെ സിനോണിം ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ ഓപ്ഷൻസിൽ ഫിംഗർ ഫ്ലവർ കാണുമ്പോൾ ഓ ഇത് ഫ്ലവർ അല്ലേ ലീഫ് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫിംഗർ ഫ്ലവർ എന്ന് ഇതിന്റെ ഫ്ലവറിന് പറയുന്നുണ്ടെങ്കിലും ഡിജിറ്റാലിസ് പ്ലാന്റിനെ കുറിച്ച് തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫിംഗർ ഫ്ലവർ. ഇനി മൂന്നാമത്തെ ഇതിന്റെ സിനോണിം ഏതാണ്? ലേഡീസ് ഗ്ലോവ്. ഡിജിറ്റാലിസ് ഈസ് ഓൾസോ നോൺ ആസ് ലേഡീസ് ഗ്ലോവ്. അപ്പൊ ഡിജിറ്റാലിസിന് തന്നെ 3 സിനോണിംസ് ഇപ്പൊ നമ്മൾ പഠിച്ചു. ഫോക്സ് ഗ്ലോവ്, ഫിംഗർ ഫ്ലവർ, ലേഡീസ് ഗ്ലോവ്. സോ സിനോണിം കഴിഞ്ഞു. ഇനി ഇതിന്റെ ഡിജിറ്റാലിസ് ലീവ്സ് ആണ്, ഡ്രൈഡ് ലീവ്സ് ആണ്, നമ്മൾ സെന്നേനെയൊക്കെ പോലെ ഡ്രൈഡ് ലീവ്സ് ആണ് എടുക്കുന്നത്. ആൻഡ് ഇതിന്റെ പ്ലാന്റ് നോക്ക്, ഡിജിറ്റാലിസ് പർപ്യൂറിയ. ഈ പർപ്യൂറിയ എന്നുള്ള പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് കെമിക്കൽ കോൺസ്റ്റൻസ് പഠിക്കുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പർപ്യൂറിയ വെച്ചിട്ടുള്ള ഒരു കളിയാണ് നമ്മൾ കെമിക്കൽ കോൺസ്റ്റൻസിൽ ഡീൽ ചെയ്യുന്നത്. അപ്പം ഡിജിറ്റാലിസിന്റെ പ്ലാന്റ് ഏതാണ്? ഡിജിറ്റാലിസ് പർപ്യൂറിയ. ഇപ്പം ഡിജിറ്റാലിസ് ലെനേറ്റ എന്ന് പറഞ്ഞാലും ഡിജിറ്റാലിസ് ലെനേറ്റ അങ്ങനെ പറഞ്ഞാലും ഡിജിറ്റാലിസിന്റെ തന്നെ പ്ലാന്റ് സോഴ്സ് ആണ്. പക്ഷെ ഇതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിജോക്സിൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൈക്കോസൈഡ് ഉണ്ടല്ലോ, കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആയിട്ട് നമ്മൾ പക്ക കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആയിട്ടുള്ള ഡിജോക്സിൻ പോലെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് ഡിജിറ്റാലിസ് പർപ്യൂറിയ എന്നാണ്. മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഡിജിറ്റാലിസ് പർപ്യൂറിയ ആണ്. പക്ഷെ ഡിജിറ്റാലിസ് ലെനേറ്റ എന്ന് പറയുന്ന ഒരു സോഴ്സും കൂടി ഡിജിറ്റാലിസിനുണ്ട്. ഇനി ഇതിന്റെ പ്ലാന്റ് നെയിം, ഫാമിലി നെയിം സ്ക്രോഫുലറേസിയേ. ഡിജിറ്റാലിസിന്റെ ഫാമിലി നെയിം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി നെയിം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രോഫുലറേസിയ എന്നാണ് ഫാമിലി നെയിം. സ്ക്രോഫുലറേസിയ എന്ന് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര ടഫായിരിക്കും. 10 പ്രാവശ്യം പറയുമ്പോൾ സ്ക്രോഫുലറേസിയ എന്ന് പറയുന്ന വേർഡായിട്ട് നമ്മൾ സിമിലർ ആവും. പിന്നെ ഇതിന്റെ വേറെ ഈ സ്ക്രോഫുലറേസിയ എന്ന് പറയുന്ന ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ടഫാന്ന് എല്ലാവരും പറയുന്ന ഈ ഒരു ഫാമിലിയിൽ ആകെ നമ്മൾ ഡിജിറ്റാലിസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. സോ വി ഹാവ് ടു സ്റ്റഡി ഇറ്റ്. മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഡിജിറ്റാലിസിന്റെ ഫാമിലി സ്ക്രോഫുലറേസിയ. സ്ക്രോഫുലറേസിയയിൽ ആകെ നമ്മൾ പഠിക്കുന്നത് ഈ ഡിജിറ്റാലിസ് മാത്രമേ ഉള്ളൂ. സ്ക്രോഫുലറേസിയിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ നമ്മുടെ സിലബസിൽ നമ്മൾ ആകെ പഠിക്കുന്ന ഡിജിറ്റാലിസ് മാത്രമേ ഉള്ളൂ. അപ്പം ഡിജിറ്റാലിസിന്റെ പാർട്ട് ഏതാണ്? ഡ്രൈഡ് ആയിട്ടുള്ള ലീവ്സ് ആണ്. ഡിജിറ്റാലിസിന്റെ പ്ലാന്റ് ഏതാണ്? ഡിജിറ്റാലിസ് പർപ്യൂറിയ. ആൻഡ് ഡിജിറ്റാലിസിന്റെ ഫാമിലി സ്ക്രോഫുലറേസിയ. ഇനി ഇതിന്റെ സിനോണിം 3 നെയിംസ് ഉണ്ട്: ഫോക്സ് ക്ലോവ്, ഫിംഗർ ഫ്ലവർ ആൻഡ് ലേഡീസ് ഗ്ലോവ്. ഫോക്സ് ഗ്ലോവിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് 2, 3 പഠിക്കണം. സോ നെക്സ്റ്റ് ഇതിന്റെ കൾട്ടിവേഷൻ ആൻഡ് കളക്ഷൻ. എങ്ങനെയാണ് നമ്മൾ ഡിജിറ്റാലിസിന്റെ ഗ്രോത്ത് എന്ന് നോക്കാം. ഡിജിറ്റാലിസിന്റെ സീഡും ഭയങ്കര സ്മോൾ ആണ്. നമുക്ക് ഈ സീഡ്സ് ഭയങ്കര സ്മോൾ ആകുമ്പോഴത്തേക്കും നമ്മൾ സോയിൽ, അത് ഡിജിറ്റാലിസ് അല്ല, ഇപ്പൊ ഭയങ്കര സ്മോൾ സീഡ്സ്, ടൈനി ആയിട്ടുള്ള സീഡ്സ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ സോയിലായിട്ട് റബ്ബ് ചെയ്തിട്ട് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് പറയുന്നത് സോയിൽ ഈസ് സ്റ്റെറിലൈസ്ഡ്, സീഡ്സ് ആർ സോൺ കവേർഡ് വിത്ത് തിൻ ലെയർ ഓഫ് സോയിൽ. അപ്പൊ നമ്മൾ ഈ കുഞ്ഞ് സീഡ്സ് സോയിലുമായിട്ട് മിക്സ് ചെയ്ത് സോൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലെയർ ഓഫ് സോയിൽ വെച്ചിട്ട് ഇത് കവർ ചെയ്ത് നമുക്ക് ആ സീഡ്സ് കാണാൻ പറ്റില്ല. ഇത് നോക്കൂ, ഇത്രയും ചെറിയ സീഡ്സിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നിക്കിന് നമ്മൾ പൊതുവെ സജസ്റ്റ് ചെയ്യാറുള്ളത് ഗ്രീൻ ഹൗസ് മെത്തേഡാണ്. ഗ്രീൻ ഹൗസിന്റെ ഉള്ളിൽ ചെയ്ത് വലുതായിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഡിജിറ്റാലിസിന്റെ കേസിൽ ഗ്രീൻ ഹൗസ് ടെക്നിക്ക് എടുക്കുന്നില്ല. നമ്മൾ നോർമലി ഡയറക്റ്റ് ആയിട്ട് ഫീൽഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സോയിലിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് വി ആർ എൻഷുറിങ് ദാറ്റ് സോയിൽ ഈസ് സ്റ്റെറിലൈസ്ഡ്. ആ സോയിലിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, ഡാമേജ് ഒന്നും കോസ് ചെയ്യില്ല, അൺവാണ്ടഡ് ആയിട്ടുള്ള പെസ്റ്റസ് ഒന്നും ഇല്ല എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് സ്റ്റെറിലൈസ് ചെയ്ത സോയിലിലേക്കാണ് നമ്മൾ ആ സീഡ്സ് ഇടുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് ഫർദർ അത് സീഡ്ലിങ്സ് ആയി മെച്ചുവേർഡ് ആവുന്നത് വരെ നമ്മൾ അതിന്റെ അതുപോലെ തന്നെ ഒരു ഡിസീസസും വരാതെ ഡാമേജസ് വരാതെ അങ്ങനെ തന്നെ നമ്മൾ ഒരു ഗ്രീൻ ഹൗസിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ മാക്സിമം നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സീഡ്ലിങ്സ് ആവുന്നു. സീഡ്ലിങ്സ് ആകുമ്പോൾ നമ്മളൊന്ന് മാറ്റി നടും, ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഒരു സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പ്ലാന്റ് വിൽ നോട്ട് ബ്ലോസം ദി ഫോളോയിങ് ഇയർ.
അതായത് ബിക്കോസ് ഡിജിറ്റാലിസ് എ പൈനിയൽ ഹെർബ്. അപ്പൊ ഇവിടെ ഒരു ടേം ഉണ്ട്, ബൈനിയൽ. ബൈനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്ലാന്റ്സിനെ തന്നെ നമ്മൾ അതിന്റെ ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പെരിനിയൽ, ബൈനിയൽ, അങ്ങനെ കുറെ ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പെരിനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ടൈം വേണം അതിന്റെ ഗ്രോത്ത്, ത്രൂ ഔട്ട് ദ ഇയർ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ബൈനിയൽ എന്ന് പറയുമ്പോൾ ബൈ എന്ന് പറഞ്ഞാൽ 2, അതിന് 2 സീസൺ വേണം ഗ്രോ ചെയ്യാൻ. അതായത് ഇത് നോക്ക്, ഫസ്റ്റ് ഈ സീഡ് നമ്മൾ സീഡ്സ് ഒക്കെ സോൺ ചെയ്ത് ഇത് വലുതായതിനു ശേഷം ഇത് ഫസ്റ്റത്തെ ഇയർ നമ്മൾ എടുക്കുമ്പോൾ പ്ലാന്റ് നല്ല കിളുത്ത് പൊങ്ങി നല്ല വലുതായി, പക്ഷെ ഇതിലൊന്നും ഫ്ലവേഴ്സ് ഇല്ല. ശരിക്കും പ്ലാന്റ് വളരുന്നതനുസരിച്ച് ഫ്ലവേഴ്സും വരേണ്ടതാണ്, പക്ഷെ അതിന്റെ ആ ഒരു ബ്ലോസമിങ് നെക്സ്റ്റ് ഇയറാ നടക്കുള്ളൂ. അതങ്ങനെ 2 സീസൺ എടുത്തിട്ടാണ് കൾട്ടിവേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു സീസണിൽ ഒരു പകുതി വരെ കൾട്ടിവേറ്റ് ചെയ്ത് ഗ്രോത്ത് വന്നിട്ട് അടുത്ത സീസണിലായിരിക്കും ബാക്കി ഗ്രോത്ത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈനിയൽ ഹെർബ്. അങ്ങനെ ഒരു ബൈനിയൽ ഹെർബിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഡിജിറ്റാലിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ഇയറിൽ തന്നെ ബ്ലോസം ചെയ്യാതെ സെക്കൻഡ് ഫോളോയിങ് ഇയറിലായിരിക്കും ഇതിന്റെ ഫ്ലവർ ഗ്രോത്ത് നടക്കുന്നത്. ഇനി ഫസ്റ്റ് ഇയറിൽ തന്നെ എന്ത് സംഭവിക്കും, ഇതിന്റെ ലോങ് സ്റ്റോക്ക് വിത്ത് ലീവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഫ്ലവറിങ് നെക്സ്റ്റ് സീസണിലാണെങ്കിലും ഇതിന്റെ ആ സ്റ്റെമ്മും അതിലുള്ള ലീവ്സ് ഒക്കെ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ എടുക്കും. പിന്നെ ഇതിന് ഫ്ലവേഴ്സിന് യൂസ്ഫുൾ ആട്ടോ. ഇതിലൊരു പോയിന്റ് പറയുന്നത്, ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ്ഡ് ആർ പിങ്ക് കളർ. അതായത് മോർഫോളജിക്കലി ഈ പിക്ചർ നോക്ക്, ഇതുപോലെ അതിന്റെ ഫ്ലവർ ഇരിക്കുന്ന ഒരു പിങ്ക്, ഇതിങ്ങനെ സൂം ചെയ്തിട്ടുള്ള ഒരു പിക്കാണ്. മറ്റേ ആ പിക്ചർ ഒക്കെ അതുപോലെ ഇങ്ങനെ അടുപ്പിച്ചായിട്ട് ഒരു പിങ്ക് ഷെയ്ഡ് ആയിരിക്കും. അതിലൊരു വൈറ്റ് സ്പോട്ട്സ് കണ്ടോ, അങ്ങനെ ഒരു വൈറ്റ് സ്പോട്ട് വരുമ്പോഴാണ് ഇത് കംപ്ലീറ്റ്ലി മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സ് ആവുന്നത്. ജസ്റ്റ് പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് ആ കംപ്ലീറ്റ് മെച്യൂരിറ്റി ആയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം എന്തായാലും നമ്മുടെ ലീവ്സ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ലീവ്സിന് ലോങ് സ്റ്റോക്ക് വിത്ത് ലീവ്സ് ഫസ്റ്റ് ഇയർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമ്മൾ ഇത് കളക്ട് ചെയ്യുമ്പോൾ അവോയ്ഡ് ദി ഡിസ്കളേർഡ്. നമ്മൾക്ക് കറക്റ്റ് കളേർഡ് ആയിട്ടുള്ള ആ ഗ്രീൻ ലീവ്സ് നോക്കി തന്നെ എടുക്കണം. ഡിസ്കളേർഡ് ആയിട്ടുള്ളത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. കളക്ഷൻ ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. പിന്നെ ഇതിന്റെ ലീവ്സ് ആർ ഡ്രൈഡ് അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ്. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പം ഈ 2 രീതി ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിജിറ്റാലിസ് ലീവ്സിന്റെ ഡ്രൈയിങ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് താഴെ ഓപ്ഷൻസിൽ 60, 59, 49, 55 അങ്ങനെ ഈ 16നോട് അടുത്തിട്ടുള്ള ചിലപ്പോൾ 4 ഓപ്ഷൻസ് തരാം. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും 60 അറിയാം. അപ്പൊ 60 എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഓർക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ 60 പിക്ക് ഔട്ട് ചെയ്യാം. ചിലപ്പം ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഇങ്ങനെ ഏതാണ് ഡ്രൈയിങ് ടെമ്പറേച്ചർ ഓഫ് ഡിജിറ്റാലിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ ചോദിക്കും എന്താ ഇങ്ങനെ 60 ഡിഗ്രി ആണോ, എബോവ് 60 ആണോ, ബിലോ 60 ആണോ, അങ്ങനെ ചോദിക്കും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം 60 എന്താണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അറ്റ് 60, പക്ക 60 ഡിഗ്രി ആണ് ഇതിന്റെ ടെമ്പറേച്ചർ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 60 ഡിഗ്രിയിൽ തന്നെ വേണം ഇതിന്റെ ഡ്രൈയിങ്. അപ്പൊ നമ്മൾ ഇതുവരെ ഒരു ഡ്രഗ്സിലും നമ്മൾ അങ്ങനെ ഡ്രൈയിങ് ടെമ്പറേച്ചർ പഠിക്കുന്നില്ല. ഡ്രൈയിങ് ടെമ്പറേച്ചർ ആകെ നമ്മൾ പഠിക്കുന്നത് ഇത് ഡിജിറ്റാലിസിൽ മാത്രമാണ്. സോ ഡിജിറ്റാലിസിന്റെ ലീവ്സ് നമ്മൾ ഡ്രൈ ചെയ്യുന്നത് 60 ഡിഗ്രി സെൽഷ്യസിലാണ്. പിന്നെ അടുത്ത ഈ പോയിന്റും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈയിങ് ഈസ് ക്യാരീഡ് ടിൽ ദി മോയ്സ്ചർ നോട്ട് മോർ ദാൻ 5%. ഈ ലീവ്സിലൊക്കെ മോയ്സ്ചർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 60 ഡിഗ്രി സെൽഷ്യസിൽ ലീവ്സ് കളക്ട് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യുന്നത്. അപ്പം എത്രയാണ് അതിന്റെ ലിമിറ്റ്? NMT എത്രയാണ് ലിമിറ്റ്? NMT 5%. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഓപ്ഷൻസ് കിടക്കുന്നത്. നോട്ട് മോർ ദാൻ 5%. അത്രയായിരിക്കും ഇതിന്റെ. അതായത് ഒരു 5% വരെ നമുക്ക് മോയ്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഒരു ലിറ്റിൽ ബിറ്റ് അതിലുണ്ടാവും. അപ്പൊ 5% വരെ അലൗഡ് ആണ്. 5%-ൽ കൂടാൻ പാടില്ല. അതായത് ഡ്രൈയിങ്ങിന് ശേഷം നമ്മൾ എടുക്കുന്ന ലീവ്സിന്റെ മോയ്സ്ചർ കണ്ടന്റ് ചെക്ക് ചെയ്താൽ 5%-ൽ കൂടാൻ പാടില്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി കൾട്ടിവേഷൻ ആൻഡ് കളക്ഷൻ. നമ്മൾ ഗ്രീൻ ഹൗസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നോർമലി സാൻഡ് ആയിട്ട് മിക്സ് ചെയ്ത് സ്റ്റെറിലൈസ്ഡ് സോയിലിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാണ്. സീഡ്ലിങ്സ് ആയതിനു ശേഷം ഇതിനെ നമ്മൾ ഒന്നും കൂടി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ബൈനിയൽ ഹെർബ് ആയതുകൊണ്ട് ഇതിന് ഫ്ലവറിങ്, ഇപ്പൊ നമ്മൾ ഫ്ലവേഴ്സ് മെഡിസിനൽ ടൈപ്പ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ട്. ഫ്ലവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇയർ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഇതിന്റെ ലോങ് സ്റ്റോക്കും ലീവ്സും ഒക്കെ ഫസ്റ്റ് ഇയറിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ലീവ്സിന്റെ ടെമ്പറേച്ചർ, ഡ്രൈ ചെയ്യേണ്ട ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന്റെ റേഞ്ച്, മോയ്സ്ചർ കണ്ടന്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 5% ആണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡിജിറ്റാലിസ് കൾട്ടിവേഷൻ ആൻഡ് കളക്ഷൻ. ഇനി അടുത്തത് ഇതിന്റെ മൈക്രോസ്കോപ്പി. നമ്മൾ മൈക്രോസ്കോപ്പിക്കലായിട്ടുള്ള ഇന്റേണൽ സ്ട്രക്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ
ഫസ്റ്റത്തെ പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഡോസി വെൻട്രൽ ലീഫ്. നമ്മൾ പഠിച്ചു ലീഫ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഐസോബൈലാറ്ററൽ ലീഫും ഉണ്ട്, അതേപോലെ തന്നെ ഡോസി വെൻട്രൽ ലീഫും ഉണ്ട്. ഇതില് നമ്മുടെ ഡിജിറ്റാലിസിനുള്ളത് ഡോസി വെൻട്രൽ ലീഫാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഇതാണ് ഇതിന്റെ ഡോസൽ പോർഷൻ. ഇതിന്റെ അകത്തുള്ള ഇതായിരിക്കും ഇതിന്റെ വെൻട്രൽ പോർഷൻ. അപ്പം ഡോസി വെൻട്രൽ സർഫസ് അല്ലെങ്കിൽ വേറൊരു രീതി പറയാൻ ഇത് ഔട്ടർ പോർഷനും ഇത് ഇന്നർ പോർഷനും ആണ്. അപ്പൊ അങ്ങനെ രണ്ട് പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ ലീഫിന്. അപ്പം അങ്ങനെ ആ ഉള്ളിലെ പോർഷൻ എന്തായിരിക്കും, അവിടെ ആയിരിക്കും സ്റ്റൊമാറ്റോ കൂടുതൽ പുറത്തെ പോർഷനേക്കാളും. ഉള്ളിലെ പോർഷൻ ആയിരിക്കും പുറത്തെ പോർഷനേക്കാൾ സ്റ്റൊമാറ്റോ കൂടുതൽ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോസി വെൻട്രൽ ലീഫ്. ഡോസി എന്ന് പറയുമ്പോൾ ഡി ഫോർ ഡിഫറെന്റ്, സ്റ്റൊമാറ്റോയുടെ നമ്പർ ഡിഫറെന്റ്, അത് പഠിക്കേണ്ട. ഇങ്ങനെ അറിഞ്ഞാൽ മതി, ഡിജിറ്റാലിസ് ഡോസി വെൻട്രൽ ലീഫാണ്, ഡി ഡിജിറ്റാലിസ് ഡോർസിയാണ്, ഇങ്ങനെ ഓർത്താൽ മതി, ഡി. ഇപ്പൊ ഡോസി വെൻട്രൽ ലീഫ് എന്ന് പറയുന്നത് ഏതാണ്, ഡിജിറ്റാലിസ് ആണ്. ഇനി രണ്ടാമത്തെ ട്രൈക്കോംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ട്രൈക്കോംസ് ഗ്ലാൻഡുലർ ട്രൈക്കോംസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഗ്ലാൻഡുലർ ട്രൈക്കോംസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാൻഡ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് നോക്കി കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് തറവായിട്ട് പഠിക്കണം, കൺഫ്യൂഷൻ വരാനും പാടില്ല. അനോമോസൈറ്റിക് ഓർ റെനിക്കുലേഷ്യസ് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റ. അതായത് നമ്മുടെ ഡിജിറ്റാലിസിന്റെ ലീവ്സ് എടുക്കുമ്പോൾ അതിൽ ഏത് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റയാണ് പ്രസന്റ്. ഇത് പറയുമ്പോൾ ഇതിന് മുന്നേ ഞാൻ സെന്ന പറഞ്ഞായിരുന്നു. നമ്മൾ ആന്ത്രോക്വിനോൻ ഗ്ലൈക്കോസൈഡിൽ സെന്ന പറഞ്ഞപ്പോൾ അതിന്റെ മൈക്രോസ്കോപ്പിയിൽ പറഞ്ഞൊരു കാര്യമാണ് പാരാസൈറ്റിക് സ്റ്റൊമാറ്റ. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞൊരു സെന്ന ഇസ് വെരി പാരയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സെന്ന പാരാസൈറ്റിക് സ്റ്റൊമാറ്റോയുടെ. അപ്പൊ ഈ സ്റ്റൊമാറ്റോയുടെ വേറൊരു ടൈപ്പാണ് ഈ അനോമോസൈറ്റിക് ഓർ റെനിക്കുലേഷ്യസ്. അപ്പൊ അനോമോസൈറ്റിക് എന്ന് പറഞ്ഞാലും റെനിക്കുലേഷ്യസ് എന്ന് പറഞ്ഞാലും സെയിം ആട്ടോ. ഓർ അനോമോസൈറ്റിക് അല്ലെങ്കിൽ റെനിക്കുലേഷ്യസ് രണ്ടും ഒരേ പേര് തന്നെയാണ്, ഒരേ ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റ തന്നെയാണ്. അപ്പൊ സെന്നയിൽ പാരാസൈറ്റിക് സ്റ്റൊമാറ്റ ആണെങ്കിൽ ഡിജിറ്റാലിസിലുള്ളത് ഏതാണ്, അനോമോസൈറ്റിക് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ റെനിക്കുലേഷ്യസ് സ്റ്റൊമാറ്റ. ഇത് രണ്ടും നമ്മൾ തെറ്റിക്കരുത്. ഇനിയും ഒരു സ്റ്റൊമാറ്റയും കൂടി വരുന്നുണ്ട്, അത് പറഞ്ഞുതരാം. അപ്പം ഡിജിറ്റാലിസിലുള്ളത് അനോമോസൈറ്റിക് അല്ലെങ്കിൽ റെനിക്കുലേഷ്യസ് സ്റ്റൊമാറ്റയാണ്. അത് നമുക്ക് തെറ്റിക്കരുതെന്ന് പറഞ്ഞാൽ ഈ സെന്നയും ഡിജിറ്റാലിസും ഒക്കെ ഓപ്ഷൻസിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഡിജിറ്റാലിസിന്റെ ചോദിച്ചിട്ട് പാരാസൈറ്റിക് അനോമോസൈറ്റിക് റെനിക്കുലേഷ്യസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ട് ഇത് തറോ ആയിട്ട് തന്നെ പഠിക്കണം. ഡിജിറ്റാലിസ് എന്ന് പറഞ്ഞാൽ അനോമോസൈറ്റിക് ഓർ റെനിക്കുലേഷ്യസ് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റ ആണ്. ഡിജിറ്റാലിസ് എന്ന് പറഞ്ഞാൽ അനോമോസൈറ്റിക് ഓർ റെനിക്കുലേഷ്യസ് സ്റ്റൊമാറ്റ ആണ്. ഇത് ഇതിനു മുന്നേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ അനോമോസൈറ്റിക് ഓർ റെനിക്കുലേഷ്യസ് രണ്ടും സെയിം ആണ്. ഇപ്പൊ നമ്മൾ അനോമോസൈറ്റിക് എന്ന് മാത്രം പഠിച്ചാൽ റെനിക്കുലേഷ്യസ് ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇപ്പൊ രണ്ടും സെയിം സ്റ്റൊമാറ്റ തന്നെയാണ്, ടൈപ്പ് തന്നെയാണ്, രണ്ടു പേരിൽ അറിയപ്പെടുന്നതുള്ളൂ. സോ ഡിജിറ്റാലിസിന്റെ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റയാണ്. പിന്നെ ഈ ഒരു പോയിന്റ് നോക്ക്, കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആർ ആബ്സെന്റ്. നമ്മൾ ഇതുവരെ പഠിച്ചതിലെല്ലാം കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് പ്രസന്റ് ആണ്, പ്രിസം ലൈക്ക് ഉണ്ട്, ഇലോങ്ങേറ്റഡ് ആണ്, അങ്ങനെ പ്രസന്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഡിജിറ്റാലിസിന് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്, കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഇല്ല. നമ്മൾ മൈക്രോസ്കോപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഡിജിറ്റാലിസിന്റെ സെക്ഷനിലെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു അഡൾട്രന്റ് ആയിരിക്കും. ഡിജിറ്റാലിസിനല്ലാതെ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഇല്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇതിന്റെ മൈക്രോസ്കോപ്പി. അപ്പം ഡോസി വെൻട്രൽ ആയിട്ടുള്ള ലീഫാണ്, ഗ്ലാൻഡുലർ ട്രൈക്കോംസ് ആണ്, അനോമോസൈറ്റിക് ഓർ റെനിക്കുലേഷ്യസ് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെന്നയിൽ അതിങ്ങനെ തന്നെ പഠിക്കണം. സെന്നയിലുള്ളത് പാരാസൈറ്റിക് സ്റ്റൊമാറ്റോ ആണെങ്കിൽ അനോമോസൈറ്റിക് ഓർ റെനിക്കുലേഷ്യസ് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റ ആണ് നമ്മുടെ ഡിജിറ്റാലിസിൽ ഉള്ളത്. പിന്നെ ഉള്ളത് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആബ്സെന്റ്, അതും പഠിക്കണം. കാരണം നമ്മൾ ബാക്കി എല്ലാത്തിലും പ്രസന്റ് എന്നാണ് പറയുന്നത്. കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഡിജിറ്റാലിസിൽ ഇല്ല, ആബ്സെന്റ്. സോ മൈക്രോസ്കോപ്പിംഗ് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിന്റെ കെമിക്കൽ ടെസ്റ്റ്. കെമിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഡിജിറ്റാലിസ് കാർഡിയോടോണിക് ആണ്. അതായത് കാർഡിയാക് ഗ്ലൈക്കോസൈഡ് കണ്ടെയ്നിങ് ഡ്രഗ് ആണ്. അപ്പൊ കാർഡിയാക് ഗ്ലൈക്കോസൈഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ്, നമ്മൾ ബോൺഡ്രാഗസ് ടെസ്റ്റ്, മോഡിഫൈഡ് ബോൺഡ്രാഗസ് ടെസ്റ്റ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ കാർഡിയാക് ഗ്ലൈക്കോസൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന 3 ഇമ്പോർട്ടന്റ് ടെസ്റ്റ് ആണ്. ഒന്നാമത്തത് ബാൽജത്ത് ടെസ്റ്റ്, രണ്ടാമത്തത് ലീഗൽ ടെസ്റ്റ്, മൂന്നാമത്തത് കെല്ലർ-കിലിയാനി ടെസ്റ്റ്. ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3ഉം കാർഡിയാക് ഗ്ലൈക്കോസൈഡിന്റെ ടെസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഇത് 3ഉം കാർഡിയോടോണിക്
ഡ്രഗ്സിന് വരുന്ന ടെസ്റ്റാണ്. അപ്പൊ നമ്മൾ കാർഡിയോടോണിക് എന്ന് പറഞ്ഞാൽ പഠിച്ചതിൽ ഡിജിറ്റാലിസ് പഠിച്ചു. ഇനി സ്കെല്ല്, സ്ട്രൊഫാന്തസ്, തെവേഷ്യ അതൊക്കെ പഠിക്കും. അതിനൊക്കെ ഈ ടെസ്റ്റസ് ഉണ്ടോ? ഇല്ല. ഇതിൽ ചെറിയ 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 വേരിയേഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു പക്കാ കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആയിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒറിജിനൽ കാർഡിയോടോണിക് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഡിജിറ്റാലിസ് ആണ്. ഈ ഡിജിറ്റാലിസിന് മാത്രമാണ് ഈ 3 ടെസ്റ്റും ആസെറ്റ്സ് ആയിട്ട് പോസിറ്റിവിറ്റി കാണിക്കുന്നത്. ബാക്കി 3 ഡ്രഗ്സിന് നമ്മൾ പഠിക്കാൻ പോകുന്നതിൽ അതിൻ്റെതായ ചെറിയ 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 ഡിഫറൻസസ് ഒക്കെ വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഇതിന്റെ കെമിക്കൽ ടെസ്റ്റിന്റെ ഫസ്റ്റത്തെ കെമിക്കൽ ടെസ്റ്റ് എന്താണ്? ബാൽജറ്റ് ടെസ്റ്റ് ആണ്. ഈ 3 ടെസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ടെസ്റ്റിന്റെ നെയിം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ കൂടെ ഇതിന്റെ റിയേജൻസും എല്ലാം നമ്മൾ പഠിക്കണം. അപ്പൊ ഫസ്റ്റ് ഏതാണ്? ബാൽജത്ത് ടെസ്റ്റ്. ബാൽജത്ത് ടെസ്റ്റിന്റെ റിയേജന്റ് ഏതാണ്? sodium picrate. Sodium picrate is added to the section of a leaf, yellow to orange color, indicate the presence of glycoside. അതായത് ഏത് ഗ്ലൈക്കോസൈഡ്? കാർഡിയാക് ഗ്ലൈക്കോസൈഡ്. കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ലീഫ് സെക്ഷൻ നമ്മൾ എടുത്തിട്ട് സോഡിയം പിക്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ യെല്ലോ ടു ഓറഞ്ച് കളർ കിട്ടാനുള്ള കാരണം. അപ്പം ഇതിലിപ്പം എന്തൊക്കെ നമ്മൾ പഠിച്ചു? ടെസ്റ്റിന്റെ പേര് ബാൽജറ്റ് ടെസ്റ്റ്, ഇതിന്റെ റിയേജന്റിന്റെ നെയിം സോഡിയം പിക്രേറ്റ്. ഇനി ഇതിന്റെ കളർ ചേഞ്ച് അല്ല, ഒബ്സർവിങ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് യെല്ലോ ടു ഓറഞ്ച് കളർ, യെല്ലോ ഓറഞ്ച് കളറിലായിരിക്കും അതിന്റെ റിസൾട്ടന്റ് കളർ എന്ന് പറയുന്നത്. അതിന് കാരണം ഇതിലുള്ള കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ്. സോ ഫസ്റ്റത്തെ ടെസ്റ്റ്, ഇതിന്റെ ടെസ്റ്റിന്റെ പേര് ബാൽജറ്റ് ടെസ്റ്റ്. ഇതിന്റെ മെയിൻ റിയേജന്റ് സോഡിയം പിക്രേറ്റ്, കളർ ചേഞ്ച് യെല്ലോ ടു ഓറഞ്ച് ആൻഡ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ് ഇതിൽ വരുന്നത്. സോ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത ടെസ്റ്റ് ലീഗൽ ടെസ്റ്റ്. ലീഗൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലുമുണ്ട് റിയേജൻസ്. 2 റിയേജൻസ് ആണ് ഇതിലുള്ളത്. ഇത് രണ്ടാമത്തെ ടെസ്റ്റ് അല്ലേ, അപ്പൊ നമുക്ക് 2 റിയേജന്റ് പഠിക്കാം. ഒന്നാമത്തത് പിരിഡിനും രണ്ടാമത്തെ സോഡിയം നൈട്രോപ്രസൈഡും. അപ്പൊ 2 റിയേജൻസ് ആണ് ലീഗൽ ടെസ്റ്റിൽ വരുന്നത്. ഒന്ന് പിരിഡിൻ, 2 സോഡിയം നൈട്രോപ്രസൈഡ്. പിന്നെ നമ്മൾ മെയ്ഡ് ആൽക്കലീൻ, ഇത് ആൽക്കലീൻ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റിയേജന്റ് കൂടി ആഡ് ചെയ്യണം. അങ്ങനെ മൊത്തം 3 എണ്ണം വരുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇതിന്റെ റിസൾട്ടിങ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പിങ്ക് ടു റെഡ് കളറാണ്. അപ്പം ടെസ്റ്റിന്റെ പേര് ലീഗൽ ടെസ്റ്റ്. സോഡിയം നൈട്രോപ്രസൈഡും പിരിഡിനും മിക്സ് ചെയ്ത് ആഡ് ചെയ്തതിനു ശേഷം ആൽക്കലീൻ ആക്കി റെഡ് കളറാണ് ഇതിന്റെ, പിങ്ക് ടു റെഡിഷ് കളറാണ് ഇതിന്റെ എൻഡ് പോയിന്റ്. ഇതാണ് രണ്ടാമത്തെ കാർഡിയാക് ഗ്ലൈക്കോസൈഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ അല്ലെങ്കിൽ ഡിജിറ്റാലിസ് സ്പെഷ്യലിന്റെ ടെസ്റ്റിൽ രണ്ടാമത് വരുന്നത് ലീഗൽ ടെസ്റ്റ്. ഇനി അപ്പൊ അതും കഴിഞ്ഞു. ഇനി മൂന്നാമത് വരുന്നത് കെല്ലർ കിലിയാനി ടെസ്റ്റ്. കെല്ലർ കിലിയാനി ടെസ്റ്റിൽ ഏതൊക്കെയായിരിക്കും നമ്മുടെ റിയേജൻസ്? നോക്കൂ, ഗ്ലൈക്കോസൈഡ് is dissolved in glacial acetic acid 1 and a drop of ferric chloride solution 2. ഇനി സൾഫ്യൂരിക് ആസിഡ് 3 added that forms a lower layer, reddish brown color is seen in between, upper layer becomes bluish green. അപ്പം കളർ ചേഞ്ച് ഇവിടെ പറയുന്നുണ്ട്, 2 കളർ ചേഞ്ച് പറയുന്നുണ്ട്. സോ കെല്ലർ കിലിയാനി ടെസ്റ്റിൽ 2 ആസിഡ് വരുന്നുണ്ട്. ഒന്ന് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും 2 സൾഫ്യൂരിക് ആസിഡും പിന്നെ ഉള്ളത് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ. അങ്ങനെ 3 റിയേജന്റ്, 2 ആസിഡ്സ് വരുന്നുണ്ട്, സൾഫ്യൂരിക് ആസിഡും അതേപോലെ തന്നെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും. പിന്നെ ഇതിന്റെ ഏതാണ് നമ്മുടെ ആസിഡ്സ് കൂടാതെ വരുന്ന റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ. അതായത് നമ്മുടെ മോഡിഫൈഡ് മോണ്ടാഗസ് ടെസ്റ്റിലൊക്കെ നമ്മൾ പറഞ്ഞ ആ ഒരു റിയേജന്റ് ഫെറിക് ക്ലോറൈഡ് തന്നെയാണ് ഇവിടെയും വരുന്നത് കെല്ലർ കിലിയാനി ടെസ്റ്റിൽ. പിന്നെ ഇവിടെ ഇത് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ലോവർ ലെയർ ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു ലിക്വിഡ്സിന്റെ ഇടയിലുള്ള ആ ലെയറിൽ ഒരു റെഡിഷ് ബ്രൗൺ കളറും പിന്നെ ഇതിന്റെ അപ്പർ ലെയറിൽ ഒരു ബ്ലൂയിഷ് ഗ്രീനുമാണ്. അപ്പൊ ഇതിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 2 എൻഡ് പോയിന്റ് ഉണ്ട്. ഒന്നൊരു റെഡിഷ് ബ്രൗണും അതേപോലെ തന്നെ ഒന്നൊരു റെഡിഷ് ബ്രൗണും ഒന്നൊരു ബ്ലൂയിഷ് ഗ്രീനും. സോ 3 ടെസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. 3 കൂടി പഠിച്ചപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവാം. ജസ്റ്റ് ഇതൊന്നും കൂടി പറഞ്ഞുതരാം. അതായത് കെമിക്കൽ ടെസ്റ്റസ് 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് എന്തിന്റെ ടെസ്റ്റാണ്? ഡിജിറ്റാലിസിന്റെ ടെസ്റ്റാണ്, അല്ലെങ്കിൽ കാർഡിയാക് ഗ്ലൈക്കോസൈഡ് കണ്ടെയ്നിങ് ഡ്രഗ്സിന്റെ ടെസ്റ്റാണ്. 3 ടെസ്റ്റാണ് മൊത്തം നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ബാൽജറ്റ് ടെസ്റ്റ്, രണ്ടാമത്തത് ലീഗൽ ടെസ്റ്റ്, മൂന്നാമത്തത് കെല്ലർ കിലിയാനി ടെസ്റ്റ്. അതിൽ ഫസ്റ്റത്തെ ടെസ്റ്റാണ് ബാൽജറ്റ് ടെസ്റ്റ്. ഫസ്റ്റത്തെ ടെസ്റ്റ് ഒരേ ഒരു റിയേജന്റേ ഉള്ളൂ, അതായത് സോഡിയം പിക്കറേറ്റ്. ഫസ്റ്റത്തെ ടെസ്റ്റിന് ഒരേ ഒരു റിയേജന്റ് ഉള്ളൂ, അത് ഏതാണ്? സോഡിയം പിക്കറേറ്റ്.
സോഡിയം പിക്രേറ്റ്. ഇനി ഇപ്പൊ ഇത് ഒന്നാമത്തെ ടെസ്റ്റായ ബാലജ് ടെസ്റ്റിന് ഒരു റിയേജന്റ്. രണ്ടാമത്തെ ടെസ്റ്റ് ഏതാണ്? ലീഗൽ ടെസ്റ്റ്. അതിന് 2 റിയേജന്റ്, പിരിഡിനും സോഡിയം നൈട്രോപ്രസൈഡ്. നമ്മൾ അവസാനം ആൽക്കലൈൻ ആക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് പറയുന്ന 2 റിയേജന്റ് എന്ന് പറയുന്നത് പിരിഡിനും സോഡിയം നൈട്രോപ്രസൈഡ്. അപ്പൊ രണ്ടാമത്തേന് 2 റിയേജന്റ്, സോഡിയവും ഉണ്ട് നൈട്രോപ്രസൈഡും ഉണ്ട്. ഇനി മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെല്ലർ കിലിയാനി. അപ്പൊ മൂന്നാമത്തേന് എത്ര റിയേജന്റ് ഉണ്ട്? 3 റിയേജന്റ് ഉണ്ട്. അതായത് 1 ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ്, പിന്നെ ഫെറിക് ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡും. അപ്പൊ നമുക്ക് 3 ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞു. ബാൽജറ്റ് ടെസ്റ്റ്, ലീഗൽ ടെസ്റ്റ്, കെല്ലർ കിലിയാനി ടെസ്റ്റ്. ഒന്നാമത്തെ ബാൽജറ്റ് ടെസ്റ്റിന് ഒരു റിയേജന്റ് ഉള്ളൂ, ഫസ്റ്റ് വണ്ണിന് ഒരു റിയേജന്റ് ഉള്ളൂ, അതാണ് സോഡിയം പിക്രേറ്റ്. രണ്ടാമത്തെ ടെസ്റ്റിന് 2 റിയേജന്റ്, 2 for 2. രണ്ടാമത്തെ ലീഗൽ ടെസ്റ്റിൽ 2 റിയേജന്റ് വരുന്നുണ്ട്, അത് പിരിഡിനും സോഡിയം നൈട്രോപ്രസൈഡുമാണ്. മൂന്നാമത്തത് കെല്ലർ കിലിയാനി ടെസ്റ്റ് ആണ്, അതിൽ 3 റിയേജന്റ് വരുന്നുണ്ട്, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷനും സൾഫ്യൂരിക് ആസിഡും. അപ്പൊ നമ്മൾ ടെസ്റ്റിന്റെ പേര് പഠിച്ചു, റിയേജന്റ് പഠിച്ചു. ഇനി നമുക്ക് എന്താ റിമെയിൻ ചെയ്യുന്നത്? ഇതിന്റെ കളർ ചേഞ്ച് മാത്രം. ഇതിൽ നോക്ക്, ഒരു യെല്ലോ ടു ഓറഞ്ച് കളറാണ് വരുന്നത്. രണ്ടാമത്തെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള കളർ ആയിട്ടുള്ള പിങ്ക് ടു റെഡ് കളർ വരും. ആൻഡ് മൂന്നാമത് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡിഷ് ബ്രൗൺ കളർ വരും. അതിന്റെ കൂടെ ഒരു ബ്ലൂയിഷ് ഗ്രീനിന്റെ ആ ഒരു അപ്പർ ലെയറിലുള്ള ഒരു ബ്ലൂയിഷ് ഗ്രീൻ കൂടി നോട്ട് ചെയ്യണം. ഫസ്റ്റ് ഒരു യെല്ലോ ഓറഞ്ച് ഒരു ലൈറ്റ് ഷെയ്ഡ്, പിങ്ക് ടു റെഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡാർക്കായി, മൂന്നാമത്തെ റെഡിഷ് ബ്രൗൺ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡാർക്കായി, ലൈറ്റ് ചെയ്യുന്ന ഡാർക്ക് ആയിട്ട് വന്നു. പിന്നെ അപ്പർ ലെയറിന്റെ ഈ ബ്ലൂയിഷ് ഗ്രീനും കൂടി നോട്ട് ചെയ്യണം. സോ കളറിങ് കംപ്ലീറ്റ് ചെയ്തു. ഇത്രയാണ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ് അല്ലെങ്കിൽ ഡിജിറ്റാലിസിന്റെ കെമിക്കൽ ടെസ്റ്റസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസിലേക്ക് പോകും. ഞാൻ പറഞ്ഞു ഈ പ്ലാന്റിന്റെ നെയിം എന്താണ്? ഡിജിറ്റാലിസ് പർപ്യൂറിയ. അപ്പൊ ഈ പർപ്യൂറിയ എന്നുള്ള പേര് നമ്മൾ മറക്കാൻ പാടില്ല, കാരണം ഇവിടുത്തെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ പർപ്യൂറിയ ആണ്, ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസിന്റെ. അപ്പം കെമിക്കൽ കോൺസ്റ്റൻസിലേക്ക് വരുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് ഉള്ള കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് 1 പർപ്പൂറിയ ഗ്ലൈക്കോസൈഡ് എ, ഒന്നാമത്തെ. രണ്ടാമത്തെ പർപ്പൂറിയ ഗ്ലൈക്കോസൈഡ് ബി. പഠിച്ചോ? അപ്പം ഡിജിറ്റാലിസ് പർപ്പൂറിയാണ് ഇതിന്റെ പ്ലാന്റ്. ആൻഡ് ആ പ്ലാന്റിന്റെ ബയോളജിക്കൽ സോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ബൊട്ടാനിക്കൽ നെയിം എന്ന് പറയുന്നത് ഡിജിറ്റാലിസ് പർപ്പൂറിയാണ്. അതിന്റെ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആണ് പർപ്പൂറിയ ഗ്ലൈക്കോസൈഡ് എയും പർപ്പൂറിയ ഗ്ലൈക്കോസൈഡ് ബിയും. പഠിച്ചല്ലോ? ഇനി നമുക്ക് ഈ രണ്ടും കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാം. ആദ്യം പർപ്പൂറിയ ഗ്ലൈക്കോസൈഡ് എന് നമ്മൾ റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് 2 കമ്പോണൻസ് ഉണ്ടാവുന്നുണ്ട്. 1 ഗ്ലൂക്കോസും 2 ഡിജിറ്റോക്സിനും. ഇനി പർപ്പൂറിയ ഗ്ലൈക്കോസൈഡ് ബിയും ഇതേപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ 2 എണ്ണം ഉണ്ടാവുന്നുണ്ട്, 1 ഗ്ലൂക്കോസും 2 ജിറ്റോക്സിനും. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? പർപ്പൂറിയ ഗ്ലൈക്കോസൈഡ് എ എടുത്താലും ബി എടുത്താലും കെമിക്കൽ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലെവലിൽ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഗ്ലൂക്കോസ് ഏതിന്റെ കെമിക്കൽ റിയാക്ഷൻ അണ്ടർഗോ ചെയ്തുണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ പർപ്പൂറിയ ഗ്ലൈക്കോസൈഡ് എയും ബിയും എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്ന എ ആൻഡ് ബി എന്ന് സജസ്റ്റ് ചെയ്ത് നമ്മൾ അറിയണം 2 റിയാക്ഷൻ അണ്ടർഗോ ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട്. ഗ്ലൂക്കോസ് 2ന്റെയും കോമൺ ആണ് എന്ന് നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഇങ്ങനെ തന്നെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. പിന്നെ വേറൊരു ഓപ്ഷൻ ചോദിച്ചേക്കണെയാണ്, ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പൂറിയ ഗ്ലൈക്കോസൈഡ് എ, ഇപ്പം എ ആണെങ്കിൽ ഉണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റോക്സിൻ ആണ്, അതായത് ഡിജി. അതേസമയം പർപ്പൂറിയ ഗ്ലൈക്കോസൈഡ് ബി ആണെങ്കിൽ ഉണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ജിറ്റോക്സിൻ ആണ്, അതായത് ജിറ്റ്. ആദ്യത്തില് ഡിജി ഉണ്ടാവുന്നു, രണ്ടാമത്തില് ജി ഉണ്ടാവും. ഡിജിയും ജിയും. എ എന്ന് പറയുമ്പോൾ ഡിജി, അഡിജി എന്ന് ഓർത്താൽ മതി, അഡിജി. ബിയില് ബിജി, അഡിജിയും ബിജി, ഇങ്ങനെ ഓർത്താൽ മതി. അഡിജി, രണ്ടാമത്തേല് ബിജി. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം, കാരണം ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ജിറ്റോക്സിൻ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് ഏത് കെമിക്കൽ റിയേജന്റിന്റെ ഇത് വെച്ചിട്ടാണ്, ഡിജിറ്റാലിസിലെ ഏത് കെമിക്കൽ കോൺസ്റ്റന്റിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ജിറ്റോക്സിൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. അപ്പം ആദ്യം നമ്മുടെ കെമിക്കൽ കോൺസ്റ്റന്റ്സ് ഏതൊക്കെയാണ്? പർപ്പൂറിയ ഗ്ലൈക്കോസൈഡ് ബിയും പർപ്പൂറിയ ഗ്ലൈക്കോസൈഡ് എയും. ഇനി 2ഉം
റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യുമ്പോൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കോമൺ ആയിട്ട് കിട്ടുന്ന സാധനം ഏതാ? ഗ്ലൂക്കോസ്, നമ്മുടെ കോമൺ ഷുഗർ. ഇനി രണ്ടാമത് ഇതിൽ രണ്ടിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ബൈ പ്രൊഡക്റ്റ് ഏതാണ്? പർപ്പൂര ഗ്ലൈക്കോസൈഡ് എ ആണെങ്കിൽ അഡിജി, അതായത് ഡിജിറ്റോക്സിൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പർപ്പൂര ഗ്ലൈക്കോസൈഡ് ബി ആണെങ്കിൽ ബിജി, ജിറ്റോക്സിൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് രണ്ടും മാറാതിരിക്കാൻ വേണ്ടിയാണ് അഡിജി ബിജി എന്നും കൂടി പഠിച്ചു വെക്കണം. പിന്നെ ഇതിനകത്ത് ഇപ്പൊ രണ്ട് മെയിൻ ആയിട്ടുള്ള ഡിജിറ്റാലിസിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഡിജിറ്റാലിസ് ലെനേറ്റ, ഞാൻ ഇതിനു മുന്നേ ഈ ഡിജിറ്റാലിസിന്റെ ബയോളജിക്കൽ സോഴ്സ് പറഞ്ഞപ്പോഴത്തേക്കും നോക്ക്, ഡിജിറ്റാലിസ് പർപ്യൂരിയ കൂടാതെ ഡിജിറ്റാലിസ് ലെനേറ്റ ഉണ്ട്. പക്ഷെ ഡിജിറ്റാലിസ് ലെനേറ്റയിൽ പർപ്യൂരിയ ഗ്ലൈക്കോസൈഡ്സ് ഇല്ല, അതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് വേറെയാണ്. പക്ഷെ നമ്മൾ ഡിജിറ്റാലിസ് ഐസൊലേറ്റ് ചെയ്ത് എടുക്കാറുണ്ട്. ഒറിജിനലി നമ്മൾ എടുക്കുന്നത് പർപ്യൂരിയ തന്നെയാണ്. ആൻഡ് ഡിജിറ്റാലിസ് പർപ്യൂരിയയുടെ മെയിൻ കോൺസ്റ്റൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ പർപ്യൂരിയ ഗ്ലൈക്കോസൈഡ്സ്. പിന്നെ നെക്സ്റ്റ് നോക്ക്, ഗ്ലൂക്കോജിറ്റോലോക്സിനും ജിറ്റോലോക്സിനും, അതും കൂടി ഇതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ജിറ്റോലോക്സിനും അതേപോലെ തന്നെ ഗ്ലൂക്കോജിറ്റോലോക്സിൻ, ഈ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ പർപ്യൂര ഗ്ലൈക്കോസൈഡ് എ പറഞ്ഞു, പർപ്യൂര ഗ്ലൈക്കോസൈഡ് ബി പറഞ്ഞു, ഗ്ലൂക്കോജിറ്റോലോക്സിൻ പറഞ്ഞു, ജിറ്റോലോക്സിൻ പറഞ്ഞു. അപ്പം ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസും കംപ്ലീറ്റ് ആയി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി കെമിക്കൽ കോമ്പോസിഷൻ. ഇനി യൂസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിജിറ്റാലിസ് എന്താണ്? കാർഡിയാക് ഗ്ലൈക്കോസൈഡ് കണ്ടെയ്നിങ് ഡ്രഗ് ആണ്, അല്ലെങ്കിൽ കാർഡിയോ ടോണിക് ആയിട്ടുള്ള ഡ്രഗ് ആണ്. കാർഡിയാക് ഡിസീസിനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിൽ വരുന്നതാണ് ഹാർട്ട് ഫെയിലർ, ഏട്രിയൽ ഫൈബ്രിലേഷൻ ആൻഡ് കാർഡിയാക് എറിത്തിമിയാസ്. സോ യൂസസും കഴിഞ്ഞ്. അപ്പം ഇത് ഒന്നും കൂടി ജസ്റ്റ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് പറഞ്ഞുതരാം. നമുക്കൊന്ന് പഠിച്ചത് ഒന്നും കൂടി ഇത് പറഞ്ഞു പോവാം. ഡിജിറ്റാലിസിന്റെ ഫസ്റ്റ് സിനോണിം ഫോക്സ് ഗ്ലോവ് അല്ലെങ്കിൽ ഫിംഗർ ഫ്ലവർ, അതല്ലെങ്കിൽ ലേഡീസ് ഗ്ലോവ്. ഫിംഗർ ഫ്ലവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇത് ഓർത്താൽ മതി. ഈ ഒരു പിക്ചർ മനസ്സിൽ വിചാരിച്ചാൽ മതി. നോക്കൂ, ഒരു ഫിംഗർ പോലെ ഇങ്ങനെ നമ്മുടെ ഫിംഗേഴ്സ് ഇങ്ങനെ വെക്കുന്ന പോലെ തന്നെ ഇതിന്റെ ഫ്ലവേഴ്സ് കിടക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് ഓർത്താൽ മതി. ഫിംഗർ ഫ്ലവർ ഡിജിറ്റാലിസിന്റെ അനദർ സിനോണിമാണ്. പിന്നെ ഇതിന്റെ പാർട്സ് ഡ്രൈഡ് ആയിട്ടുള്ള ലീവ്സ് ആണ്. പ്ലാന്റ് ഡിജിറ്റാലിസ് പെർപ്യൂറിയാണ്. ആൻഡ് ഫാമിലി ഡിജിറ്റാലിസിന് മാത്രമുള്ള സ്ക്രോഫുലറേസിയെ. ഇനി ഇതിന്റെ കൾട്ടിവേഷൻ ആൻഡ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഫീൽഡിലേക്ക് തന്നെ സീഡ്സ് സോൺ ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്യുവാണ്. പിന്നെ ഇതൊരു ബൈനിയൽ ഹെർബാണ്. ബ്ലോസമിങ്ങിന് ടൈം എടുക്കുമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ സ്റ്റോക്സും ലീവ്സ് ഒക്കെ റെഡി ആകും. പിന്നെ നമ്മൾ ഇതിന്റെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് 60 ഡിഗ്രി സെൽഷ്യസ്, അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ്, അതാണ് നമ്മുടെ ടെമ്പറേച്ചർ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഇതിന്റെ ഡ്രൈയിങ്ങിന്റെ ലിമിറ്റ്, മോയ്സ്ചർ ലിമിറ്റ് എന്ന് പറയുന്നത് NMT, നോട്ട് മോർ ദാൻ 5% ആണ്. ഈ രണ്ട് 60 ഡിഗ്രി സെൽഷ്യസും 5% എന്ന് പറയുന്നത് നോട്ട് ചെയ്യണം. പിന്നെ മൈക്രോസ്കോപ്പി, ഡോസിവെൻട്രൽ ലീഫ് ആണ്, ഗ്ലാൻഡോടൈക്കോംസ് ആണ്. പിന്നെ ഇത് അനോമോസൈറ്റിക് ഓർ റെനിക്കുലേഷ്യസ് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റ. ഡിജിറ്റാലിസ് കൺസിസ്റ്റ് ഓഫ് അനോമോസൈറ്റിക് ഓർ റെനിക്കുലേഷ്യസ് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റ. പിന്നെ കാൽഷ്യം ഓക്സിലർ ക്രിസ്റ്റൽസ് ആർ ആബ്സെന്റ്. ഇനി അടുത്തത് ഇതിന്റെ കെമിക്കൽ ടെസ്റ്റ്. കാർഡിയാക് ഗ്ലൈക്കോസൈഡ് അല്ലെങ്കിൽ ഡിജിറ്റാലിസ് ആയിട്ട് 3 ടെസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ബാൽജറ്റ് ടെസ്റ്റ്, ലീഗൽ ടെസ്റ്റ് ആൻഡ് കെല്ലർ-കിലിയാനി ടെസ്റ്റ്. അതിൽ ബാൽജറ്റ് ടെസ്റ്റിന്റെ റിയേജന്റ് ഏതാണ്? സോഡിയം പിക്രേറ്റ് ആണ്. റിസൾട്ടന്റ് കളർ എന്ന് പറയുന്നത് യെല്ലോ ടു ഓറഞ്ച്, ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഫസ്റ്റത്തേന്. രണ്ടാമത്തെ ലീഗൽ ടെസ്റ്റ് ആകുമ്പോൾ 2 റിയേജന്റ് വരുന്നുണ്ട്. പിരിഡിനും സോഡിയം നൈട്രോക്ലോസൈഡ് സൊല്യൂഷനും ആണ്. റിസൾട്ടന്റ് കുറച്ചും കൂടി കളർ കൂടും, പിങ്ക് ടു റെഡ് കളർ. മൂന്നാമത്തേത് കെല്ലർ-കിലിയാനി ടെസ്റ്റ് ആണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന 3 റിയേജൻസ് ആണ്. ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ്, പിന്നെ സൾഫ്യൂരിക് ആസിഡ്, പിന്നെ ഫെറിക്ലോറൈഡ്. നമ്മൾ മോഡിഫൈഡ് ബോണ്ടാക്സ് ടെസ്റ്റിലൊക്കെ പറഞ്ഞ കോമൺ ആയിട്ടുള്ള ഫെറിക്ലോറൈഡ്. ആൻഡ് അതിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ 2 കളർ പറയുന്നുണ്ട്. നല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡിഷ് ബ്രൗൺ കളറും പിന്നെ ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറും. സോ കെമിക്കൽ ടെസ്റ്റസ് കഴിഞ്ഞു. പിന്നെ കെമിക്കൽ കോൺസ്റ്റൻസ് മെയിൻ ആയിട്ട് 2 കോൺസ്റ്റൻസ് ആണ്. പർപ്പൂര ഗ്ലൈക്കോസൈഡ് എയും പർപ്പൂര ഗ്ലൈക്കോസൈഡ് ബിയും. പർപ്പൂര ഗ്ലൈക്കോസൈഡ് എ ഇത് ചെയ്യുമ്പോൾ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് ആൻഡ് ഡിജിറ്റോക്സിൻ, ഡിജിറ്റോക്സിൻ ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ പർപ്പൂര ഗ്ലൈക്കോസൈഡ് ബി എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസിന്റെ കൂടെ ജിറ്റോക്സിൻ ആണ് ഫോം ചെയ്യുന്നത്. ഇനി ഇതിന്റെ യൂസസിലേക്ക് കടക്കുവാണെങ്കിൽ ഫസ്റ്റത്തെ യൂസ് ഏതാണ്? ഹാർട്ട് ഫെയിലിയർ ആണ്. പിന്നെ രണ്ടാമത്തത് ഏട്രിയൽ ഫൈബ്രിലേഷൻ, കാർഡിയാക് എറിത്തിമിയ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കാർഡിയാക് ടോണിക് ആണ്, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിനായിരിക്കും നമ്മൾ ഡിജിറ്റാലിസ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിജിറ്റാലിസ്. സോ നെക്സ്റ്റ് നമ്മുടെ കാർഡിയോടോണിക് സ്റ്റിറോൾസിന്റെ രണ്ടാമത്തെ ഡ്രഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്,
സ്ക്വില്ലാണ് നമ്മൾ നേരത്തെ ഒരു റോസ് ഫ്ലവറിനായിരുന്നു പറ്റി പഠിച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ ബ്ലൂ ഫ്ലവറിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, സ്ക്വില്ലാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കാർഡിയോടോണിക് സ്റ്റിറോൾ ആണ്. അപ്പം സ്ക്വില്ലിന്റെ യൂസ് സ്വാഭാവികമായിട്ടും കാർഡിയോടോണിക് ഇൻ നേച്ചർ, കാർഡിയോക് ഡിസീസസിന് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസസ് ഇനി പറഞ്ഞ അരിത്തീമിയൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഡിജിറ്റാലിസ് ഇല്ലാത്ത കേസിൽ അല്ലെങ്കിൽ ഡിജിറ്റാലിസ് ഉപയോഗിക്കാൻ പറ്റാത്ത കേസിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്, സ്ക്വില്ലിലും സ്റ്റിറോൾസ് ആണ്. കാരണം കാർഡിയോടോണിക് സ്റ്റിറോൾ എന്നല്ല പറയുന്നത്, സ്റ്റിറോൾ കണ്ടെയ്നിങ് ഡ്രഗ് ആണ് സ്ക്വിൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് സില്ലെ ബൾബസ്. അപ്പൊ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, ബൾബ്. ഇതിൽ പാട്ട് ഡ്രൈഡ് ബൾബ്, സില്ലെ ബൾബസ്, ബൾബ്. സ്ക്വില്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ബൾബ് ഓർക്കണം. പറഞ്ഞുതരാം. നമ്മൾ ബൾബ് ഉണ്ടല്ലോ, ലൈറ്റ് ഒക്കെ, നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബ്, ആ ബൾബിന്റെ ഒരു കമ്പനിയുടെ പേരാണ് സ്ക്വില്ല്. അങ്ങനെ വിചാരിക്കാം. അതായത് സ്ക്വില്ല് കമ്പനിയുടെ ബൾബാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം സ്ക്വില്ലെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ബൾബ് എന്ന് ഓർത്തേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഈ ബൾബ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ശരിക്കും ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൾബ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നമ്മൾ ഈ ഒനിയൻ ഇല്ലേ, ഇങ്ങനെ ഇരിക്കും. അതായത് നമുക്കിങ്ങനെ, നമ്മുടെ ഒനിയൻ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. കറക്റ്റ് ഒനിയൻ ആവണമെന്നില്ല, എന്നാലും ഞാൻ പറയാം, നമ്മുടെ ഒനിയൻ ഇങ്ങനെ ഇരിക്കുന്ന ബൾബ് പോലെ ഇങ്ങനെയല്ലേ നമ്മുടെ ഒരു ഒനിയന്റെ സ്ട്രക്ചർ. ഇങ്ങനെ ഒരു നമ്മളെ ഉള്ളി, നമ്മുടെ ചുവന്നുള്ളി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത്, സോറി ഇത് ഡിജിറ്റാലിസിന്റെ നോക്കി സ്കിൽ. ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒനിയൻ ഇരിക്കുന്ന പോലെ ആ സംഭവത്തിനാണ് നമ്മൾ ബൾബ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഉള്ളി പോലെ ഇരിക്കുന്ന, അതാണ് ബൾബ്. ആ ഒരു ബൾബ് പോർഷൻ ആണ് നമ്മൾ ഏതിലെടുക്കുന്നത്, ഈ സ്ക്വില്ലിലെടുക്കുന്നത്. അപ്പൊ സ്ക്വില്ല് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈഡ് ബൾബ്, അതാണ് അതിന്റെ പാട്ടെന്ന് ഓർമ്മ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ബൾബിന്റെ നമ്മളൊരു കമ്പനിയുടെ പേരാണ് സ്ക്വില്ല്. അങ്ങനെ വിചാരിച്ചത്. ബൾബ് നമ്മൾ ഉപയോഗിക്കുന്ന ബൾബ് എന്ന് പറഞ്ഞാൽ പല പല കമ്പനീസിന്റെ ഉണ്ട്. അതിൽ ഞാൻ ഉപയോഗിക്കുന്ന ബൾബിന്റെ കമ്പനി സ്ക്വില്ലാണ്. സ്ക്വില്ല് കമ്പനിയുടെ ബൾബാണ് ഞാൻ എൻ്റെ വീട്ടിൽ മൊത്തം യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ പഠിക്കാം. അപ്പം സ്ക്വില്ല് എന്ന് പറയുന്ന വേർഡുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് സില്ല്. സില്ല്. അപ്പം സില്ലെ ബൾബസ് സിനോണിം പഠിച്ചോ. സ്ക്വില്ല് ഈസ് ഓൾസോ നോൺ ആസ് സില്ലെ ബൾബസ്. അത് അപ്പം സ്ക്വില്ല് എന്ന് കേൾക്കുമ്പോൾ തന്നെ ബൾബിന്റെ കമ്പനിയാന്ന് നോക്കുക. ജസ്റ്റ് അസ്യൂം ചെയ്യുക, ആ ബൾബാണ് ഇതെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം സില്ലെ ബൾബസ് ആണ് അതിന്റെ സിനോണിം. ഇനി ഇതിന്റെ പാട്ട് ഏതായിരിക്കും? പാട്ട് എന്ന് പറയുന്നത് ഡ്രൈഡ് ബൾബ്. നമ്മൾ പഠിച്ചു, നമ്മൾ ഓൾറെഡി പറഞ്ഞു ദിസ് ഇസ് എ ബൾബ്. ബൾബിനെ കുറിച്ചിട്ടുള്ള കഥയെ നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. അപ്പം ഡ്രൈഡ് ബൾബാണ് അതിന്റെ പാട്ട്. ഇനി ഇതിന്റെ പ്ലാന്റ് അർജനിയ മാരിറ്റിമ. ഈ അർജനിയ മാരിറ്റിമയ്ക്ക് ഞാൻ ഒരു കഥയും കൂടി പറഞ്ഞുതരാം. അർജൻ മാരത്തോൺ. നമ്മള് രാത്രി മാരത്തോൺ എന്ന് പറഞ്ഞാൽ ഓട്ട മത്സരം. നമ്മളൊരു നൈറ്റില് പെട്ടെന്ന് തീരുമാനിച്ച് ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു മാരത്തോൺ നടത്തുവാണ്. അപ്പം ഈ നൈറ്റ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പം അതിന് ഫുള്ള് നമുക്ക് നൈറ്റ് ആയതുകൊണ്ട് റോട്ടിൽ കൂടി ഈ മാരത്തോൺ നടത്തുന്നതിന് നമുക്ക് ഫുള്ള് ബൾബുകൾ സെറ്റ് ചെയ്യണം. അപ്പം ആ ബൾബ്സ് സെറ്റ് ചെയ്യണം. ഈ ബൾബിനെ നമ്മൾ എടുക്കുന്നത് സ്ക്വില്ല് കമ്പനിയുടെയാണ്. പഠിച്ച ഒരു കഥ പോലെ ജസ്റ്റ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. കാരണം ഈ സ്ക്വില്ലെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ലീവ്സ് ആണോ റൂട്ട്സ് ആണോ സ്റ്റെംസ് ആണോ നമുക്ക് ഫുൾ കൺഫ്യൂഷൻ വരും. അപ്പം അത് വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് സ്ക്വിൽ കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ബൾബ്. ബൾബാണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ പ്ലാന്റ് നെയിമും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ നമ്മൾ പെട്ടെന്ന് ഒരു അർജന്റ് മാരത്തോൺ നടത്തിയപ്പോൾ കുറെ ബൾബ് ഇട്ടു ആ റോട്ടിലൂടെ മൊത്തം ഇട്ട് ആ ബൾബ്. അത് സ്ക്വില്ല് കമ്പനിയുടെ ആയിരുന്നു. സ്ക്വിൽ ബൾബ് ബിലോങ് ടു ദ ഫാമിലി ലില്ലിയേസി. നമ്മുടെ ലില്ലിപ്പൂ ഇരിക്കുന്ന പോലെ ഷേപ്പിലായിരുന്നു ആ ബൾബ് ഇരുന്നത്. നമ്മൾ യൂസ് ചെയ്ത സ്ക്വില്ല് കമ്പനിയുടെ ബൾബ് ലില്ലിയുടെ പൂ പോലെയാണ് ഇരുന്നത്. അങ്ങനെ വിചാരിച്ചാൽ മതി. സോ ബയോളജിക്കൽ സോഴ്സ് കംപ്ലീറ്റഡ്. അപ്പം ഇതിന്റെ സിനോണിം സില്ലെ ബൾബസ്. അപ്പൊ സ്ക്വിൽ ബൾബ് സ്ക്വിൽ ബൾബ് സ്ക്വിൽ ബൾബ്. ഓക്കെ, അപ്പം ഇതിന്റെ ബയോളജിക്കൽ സിനോണിം എന്ന് പറയുന്നത് സില്ലെ ബൾബസ് ആണ്. പക്ഷെ ബയോളജിക്കൽ നെയിം എന്ന് പറയുന്നത് അർജനിയ മാരിറ്റിമ എന്നാണ് പ്ലാന്റിന്റെ പേര്. ആൻഡ് ഇതിന്റെ ഫാമിലി എന്ന് പറയുന്നത് ഏതാണ്? ലില്ലിയേസിയെ. ലില്ലിയേസി ആണ് ഫാമിലി. പിന്നെ ഇതിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഡ്രൈഡ് ബൾബാണ് നമ്മൾ എടുക്കുന്നത്. ബൾബ് എന്ന് പറയുമ്പോൾ ആ ഒനിയൻ ഓർത്താൽ മതി, നമ്മുടെ ചുവന്നുള്ളി. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ബയോളജിക്കൽ സോഴ്സ്. ഇനി ഇതിന്റെ കെമിക്കൽ ടെസ്റ്റ്. കെമിക്കൽ ടെസ്റ്റ് നോക്ക്. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു കാർഡിയോടോണിക് ആകുമ്പോൾ അല്ലെങ്കിൽ കാർഡിയോ ഗ്ലൈക്കോസൈഡ് ഉണ്ടാകുമ്പോൾ ഡിജിറ്റാലിസി പറഞ്ഞ പോലെ 3 ടെസ്റ്റ് ഉണ്ട്. ലീഗൽ ടെസ്റ്റ്, ബാൽജ ടെസ്റ്റ്, കെല്ലർ കിലിയാനി ടെസ്റ്റ്. പക്ഷെ അത് ബാക്കി 3 ഡ്രഗ്സും
നമ്മുടെ കാർഡിയോടോണിക്കിൽ വരുന്നതാണെങ്കിൽ പോലും നമ്മൾ ഡിജിറ്റാലിസിന് മാത്രമാണ് ഈ 3 ടെസ്റ്റുകൾ. ഇതിനകത്ത് സ്ക്വില്ലിൽ എടുത്തു പറയുന്നുണ്ട്, സ്ക്വിൽ ഈസ് എ കാർഡിയോടോണിക്, കറക്റ്റ്, ബട്ട് ഇറ്റ് ഷോസ് നെഗറ്റീവ് ടെസ്റ്റ് ഫോർ ബാൽജെറ്റ് ആൻഡ് ലീഗൽ ടെസ്റ്റ്. അപ്പൊ ബാൽജെറ്റ് ടെസ്റ്റിനും ലീഗൽ ടെസ്റ്റിനും സ്ക്വില്ല് ചെയ്താൽ കിട്ടില്ല എന്ന് വെച്ച് സ്ക്വില്ലിന്റെ കാർഡിയോടോണിക് അല്ല എന്നല്ല, ബട്ട് അത് നമ്മുടെ ഡിജിറ്റാലിസിന്റെ സ്പെഷ്യൽ ടെസ്റ്റ് ആണ്. സോ സ്ക്വില്ലിന്റെ ടെസ്റ്റ് ഏതാണ് അപ്പം? അതാണ് നെക്സ്റ്റ് പോയിന്റ് വരുന്നത്, ലിബർമാൻ സ്റ്റിറോൾ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ സ്ക്വില്ലിന്റെ ടെസ്റ്റ് ഏതാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഏതാണ്? ലിബർമാൻ സ്റ്റിറോൾ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടെസ്റ്റ് നമ്മൾ പഠിക്കണം. എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, പഠിച്ചില്ലെങ്കിലും ഈ ടെസ്റ്റിന്റെ പേര് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലിബർമാൻ സ്റ്റിറോൾ ടെസ്റ്റ് ആണ് സ്ക്വില്ലിന്റെ ടെസ്റ്റ്. അപ്പം കാർഡിയോടോണിക് ഗ്ലൈക്കോസൈഡ് എന്ന് പറയുമ്പോൾ ടെസ്റ്റ് സിമിലർ ആയിട്ട് വിചാരിക്കരുത്, യൂസ് സിമിലർ ആണ്, കണ്ടന്റും കാർഡിയാക് ഗ്ലൈക്കോസൈഡ് തന്നെയാണ്, പക്ഷെ ടെസ്റ്റിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞു ഡിജിറ്റാലിസ് എന്ന് പറയുമ്പോൾ ബാൽജറ്റും ലീഗലും കെലർക്കിലിയാനും ഒക്കെ വരും, പക്ഷെ അത് സ്ക്വില്ലിൽ നെഗറ്റീവ് ആണ്. സ്ക്വില്ലിന്റെ ടെസ്റ്റ് ഏതാണ്? ലിബർമാൻ സ്റ്റിറോൾ ടെസ്റ്റ്. ഇനി അടുത്തത് കെമിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതിന്റെ കൾട്ടിവേഷനും കളക്ഷനും. നമ്മൾ വീണ്ടും ഒരു ഗ്രീൻ ഹൗസ് മെത്തേഡിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം ഗ്രീൻ ഹൗസിൽ ഇത് സീഡ്സ് എടുത്ത് ഗ്രീൻ ഹൗസിൽ ഇത് റൈപ്പൺ ചെയ്ത് സീഡ്സ് സോൺ ചെയ്തതിന് ശേഷം റൈപ്പൺ ആയി കഴിയുമ്പോൾ സീഡ്ലിങ്സ് ആകും, കുഞ്ഞു കുഞ്ഞു തൈകളായിട്ട് ഇത് മുളയ്ക്കാൻ തുടങ്ങും. അപ്പൊ നമ്മളിത് പോട്ട് ഔട്ട് ചെയ്യണം, അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള പോട്ടുകളിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഒരു ഫസ്റ്റ് ഗ്രോയിങ് സീസണിൽ അത് അങ്ങനെ തന്നെ അങ്ങ് പോകും. എങ്ങനെ എവിടം വരെ ഇത് പോകണം? ഈ ഗ്രീൻ ഹൗസിന്റെ ഉള്ളിൽ ഇത് എത്ര നാൾ നിൽക്കണം? ഈ പ്ലാന്റ് ഡോർമന്റ് ആയി ഇതിൽ നിന്ന് യങ് ബൾബ്സ് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ ഗ്രീൻ ഹൗസ് എടുത്തു, ഗ്രീൻ ഹൗസിൽ നമ്മൾ എല്ലാ പ്രൊട്ടക്ഷനും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഒരുക്കിക്കൊണ്ട് ഈ സീഡ്സ് എല്ലാം കൂടി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുവാണ്. സീഡ്ലിങ്സ് ആയി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു തൈ പോലെ മുളയ്ക്കുവാണ്. അത് ഒന്നും കൂടി ഡോർമെന്റ് ആകുമ്പോൾ ഒന്നും കൂടി അത് വലുതായിട്ട് മെച്ചുവേർഡായി ഇതിനകത്ത് ഈ ബൾബ് പൊട്ടി വരണം. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ സ്ക്വില്ലിൽ നിന്നും ഈ ബൾബ്സ് എറേസ് ചെയ്യുള്ളൂ. ഈ ബൾബ് കുഞ്ഞു കുഞ്ഞു യങ്ങായിട്ടുള്ള ടൈനി ആയിട്ടുള്ള ബൾബ്സ് ഉണ്ടായി കഴിയുമ്പോൾ ആ ബൾബ് മാത്രം നമുക്ക് അതിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്ത് എടുത്തിട്ട് നെക്സ്റ്റ് പോയിന്റ് ഓഫ് പ്ലേസ് 2 or 3 bulbs in each pot. ഒരു നമ്മൾ നേരത്തെ ഗ്രീൻ ഹൗസിന്റെ ഒക്കെ ഓരോരോ കൾട്ടിവേഷൻ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു സീഡ്ലിംഗ് ആയി കഴിയുമ്പോൾ ഓരോ സീഡ്ലിംഗും എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോട്ട്സിൽ പോട്ടഡ് ചെയ്ത് സെപ്പറേറ്റ് ആക്കണം, റീപ്ലാന്റ് ചെയ്യണം നമ്മൾ പറഞ്ഞു. ഈ സെയിം മെത്തേഡ് തന്നെ, പക്ഷെ ഇവിടെ നമ്മൾ പോട്ടിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഏതാണ്? ബൾബാണ്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതായത് ഈ സീഡ്സ് ജെർമിനേറ്റ് ചെയ്ത് സീഡ്ലിങ്സ് ആയി ഗ്രോത്ത് അച്ചീവ് ചെയ്ത് ഡോർമെന്റ് ആയിട്ട് ആ യങ് ബൾബ്സ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത്, അതിന് ശേഷമാണ് നമ്മൾ അതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അതും എന്താണ്? അതിൽ യങ് ബൾബുകളാണ് നമുക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഇതിന്റെ ഡ്രൈഡ് ബൾബാണ് നമ്മൾ എടുക്കുന്നത്. ബൾബിന്റെ കഥയാണ് ഇതിനകത്ത് മൊത്തം. സോ യങ് ബൾബ്സ് ഡിവൈഡ് ചെയ്ത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ പോട്ടിലേക്ക് സെപ്പറേറ്റ് ചെയ്യണം. അതും 3 ബൾബൊക്കെ 2 to 3 ബൾബ്സ് നമുക്ക് ഒരു പോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. 2 to 3 ബൾബ്സ് നമുക്ക് ഈച്ച് പോട്ടിലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ആഫ്റ്റർ ആൻ ഇയർ, ഒരു വർഷം ആ ബൾബായിട്ട് തന്നെ അത് ആ പോട്ടിൽ നമ്മുടെ ഗ്രീൻ ഹൗസിന്റെ ഉള്ളിൽ തന്നെ കണ്ടിന്യൂ ഗ്രോത്ത്. അതിനുശേഷം 1 year കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മൾ ഇതിനെ ഫീൽഡിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ആ ബൾബ് ഡിവൈഡഡ് ആയിട്ടുള്ള കുഞ്ഞു ബൾബ്സ് ഒക്കെ ഡോർമെന്റ് ആയി ആ ബൾബിൽ നിന്ന് പുതിയ ഓഫ്സെറ്റ്സ് അടുത്ത നെക്സ്റ്റ് പ്ലാന്റ്സ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ എന്നിട്ട് നമ്മൾ ഇതിനെ ഓൾറെഡി ഇപ്പൊ ഫീൽഡിലേക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഓഫ്സെറ്റ്സ് ഒക്കെ ഉണ്ടായി. ആ ഓഫ്സെറ്റ്സിൽ നിന്ന് പിന്നെയും കുഞ്ഞു ബൾബുകൾ പിന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ബൾബുകൾ എടുത്തിട്ട് പിന്നെയും നമ്മൾ ഗ്രീൻ ഹൗസിൽ കൊണ്ടുപോയി നടും. അതിൽ നിന്ന് പിന്നെയും ഡോർമെന്റ് ആകുമ്പോൾ ഓഫ്സെറ്റ്സ് ആകും. അങ്ങനെ നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പം ഇതിലുണ്ടല്ലോ ഈ ബൾബുകൾ ഉണ്ടാകുമ്പോൾ കുഞ്ഞു ബൾബ്സും ഉണ്ട്, ടൈനി ആയിട്ടുള്ള ബൾബും ഉണ്ടാവും, ലാർജ് ബൾബും ഉണ്ടാവും. അപ്പൊ നമ്മൾ സ്മോൾ ബൾബുകളാണ് ഈ ഫീൽഡിലേക്ക് മാറ്റിയതിനു ശേഷം നമ്മൾ അതിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്ത് ഗ്രീൻ ഹൗസിലേക്ക് പിന്നെയും കൊണ്ടുവയ്ക്കുന്നത്. ഈ ലാർജ് ബൾബ് ഇങ്ങനെ ഗ്രോ ചെയ്ത് നിൽക്കും. അപ്പൊ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ആ സോയിലിൽ നിന്നും ഇതിന്റെ അടിയിൽ ലാർജ് ബൾബ് ഉണ്ടാവും. ആ സോയിലിൽ നിന്നും നമ്മൾ ലാർജ് ബൾബ്സ് ഡഗ് ഔട്ട് ചെയ്ത് എടുക്കുന്നു. അതിന്റെ പുറത്തുള്ള സോയിലും ഡെബ്രിസും വേസ്റ്റും ലീവ്സും ഒക്കെ റിമൂവ് ചെയ്ത് ഇതിനെ ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ ഡ്രൈ ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു.
സോ അതാണ് കൾട്ടിവേഷൻ ആൻഡ് കളക്ഷൻ സ്കില്ലിന്റെ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ബൾബിന്റെ വെച്ചിട്ടുള്ള മെത്തേഡ് നമ്മൾ വേറെ ഒന്നിലും പറയുന്നില്ല. സോ ഒന്നും കൂടി പറയാം, നമ്മൾ ഗ്രീൻ ഹൗസ് മെത്തേഡ് തന്നെയാണ് സ്ക്യുൽ ബൾബിന്റെ കൾട്ടിവേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. സീഡ് പ്രൊപ്പഗേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും നമ്മൾ ആ ഗ്രോയിങ് സീസണിൽ ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞ് യങ് ബൾബ്സ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 2 or 3 ബൾബ്സ് ഈച്ച് പോട്ടിലാവുന്ന രീതിയിൽ ഒന്നും കൂടി റീപ്ലാന്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു 1 ഇയറും കൂടി ഗ്രീൻ ഹൗസ് ഗ്രോത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ ഫീൽഡിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ബൾബ്സ് ഡോർമെന്റ് ആകുമ്പോൾ അതിൽ നിന്ന് ആ ബൾബിൽ നിന്ന് പുതിയ പുതിയ ഓഫ്സെറ്റ്സ് വരാൻ തുടങ്ങും. ആ ഓഫ്സെറ്റ്സ് വലുതാവുന്നതനുസരിച്ച് പിന്നെയും ബൾബ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു മെയിൻ ലാർജ് ബൾബ്സ് നമുക്ക് ഫൈനലി നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. കുഞ്ഞുള്ള സ്മോൾ ബൾബ്സ് പിന്നെ നമ്മൾ ഗ്രീൻ ഹൗസിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു കൾട്ടിവേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് കൾട്ടിവേഷൻ. ഇനി അടുത്തത് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ്. കെമിക്കൽ കോൺസ്റ്റൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദിസ് ഇസ് എ കാർഡിയോട്ടോണിക് സ്റ്റിറോൾ. സ്ക്യുൽ ഇസ് എ കാർഡിയോട്ടോണിക് സ്റ്റിറോൾ. സോ ഇതിനകത്ത് സ്വാഭാവികമായിട്ടുള്ളത് എന്തായിരിക്കും? ഒരു കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആയിരിക്കും. ആൻഡ് ആ കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ് ഈ സില്ലാറൻ എ. സില്ലാറൻ എ എന്ന് പറയുന്നതാണ്. അതായത് സ്ക്യുല് എന്നുള്ളതിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ക്യുല്ലിന്റെ സിനോണിം പഠിച്ചായിരുന്നു. സില്ലെ ബൾബസ്. സില്ലെ ബൾബസ് എന്നുള്ളതാണ് അതിന്റെ സിനോണിം നെയിം. അപ്പം ഈ സില്ലെ എന്നുള്ള വേർഡ് നിന്നാണ് ആ കെമിക്കൽ കോൺസ്റ്റന്റ് പറയുന്നത് സില്ലാറൻ എ. സില്ലാറൻ എ മാത്രമാണോ? സില്ലാറൻ ബി ഉണ്ട്, സില്ലാറ്റനേസ് എൻസൈം ഉണ്ട്, ഗ്ലൂക്കോസില്ലാറൻ എ ഉണ്ട്, പ്രോസില്ലാറിഡിൻ എ ഉണ്ട്, സിനിസ്ട്രിൻ ഉണ്ട്. അപ്പം ശരിക്കും സില്ലെ ബൾബസ് എന്ന് പറയുന്ന ആ സിനോണിം പഠിച്ചാൽ മതി. ബാക്കി നമുക്ക് എല്ലാം പഠിക്കും. സില്ലാറൻ എ, സില്ലാറൻ ബി, പിന്നെ ഒരു എൻസൈം ആയിട്ടാണ് ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നത് സില്ലാറ്റിനേസ്. പിന്നെ സില്ലാറിന്റെ തന്നെ മുന്നേ 2 ഗ്ലൂക്കോസില്ലാറനും പ്രോസില്ലാറനും, സില്ലാറിഡിൻ എയും. അപ്പം അങ്ങനെ സില്ലെ എന്ന് പറയുന്ന വേർഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് 5 കെമിക്കൽ കോൺസ്റ്റൻസ് നമ്മൾ പഠിച്ചു. ഇനി 6ാമത്തെ ഇച്ചിരി മാറി നിൽക്കുന്ന ഒരു സാധനം സിനിസ്ട്രിൻ ആണ്. സിനിസ്ട്രിൻ മാത്രമാണ്. സിനിസ്ട്രിൻ എന്ന് അത് നമ്മൾ ബൈഹാർട്ട് ചെയ്തതിന് പഠിക്കാം. സിനിസ്ട്രിൻ എന്ന് പറയുന്നത് സ്ക്യുല്ലിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ്. സ്ക്യുല്ലിന്റെ കോൺസ്റ്റന്റ് ഇപ്പൊ ബാക്കിയെല്ലാം സില്ലാറൻ എ, സില്ലാറൻ ബി, സില്ലാറ്റിനീസ് എന്നൊക്കെ പറയുമ്പോൾ സില്ലെ എന്ന് വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സ്ക്യുല്ലുമായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. പക്ഷെ സിനിസ്ട്രിൻ അങ്ങനെ ഒരു ഇതില്ല. അതുകൊണ്ടാണ് സിനിസ്ട്രിൻ നമ്മൾ പഠിക്കണം. അത് സ്ക്യുല്ലിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുഫഡിനോലൈഡ് ടൈപ്പ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്. ബുഫഡിനോലൈഡ് ടൈപ്പ്, അതായത് കാർഡിയാക് ഗ്ലൈക്കോസൈഡ് കണ്ടെയ്നിങ് ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കണം സ്ക്യുല്ലിലുള്ളത് ഏത് കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ്? ബുഫഡിനോലൈഡ് ടൈപ്പ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ് നമ്മുടെ സ്ക്യുല്ലിലുള്ള. ഇപ്പൊ കെമിക്കൽ കോൺസ്റ്റൻസിൽ ആദ്യം പഠിക്കേണ്ടത് ഇതിനകത്ത് കാർഡിയാക് ഗ്ലൈക്കോസൈഡ് പ്രസന്റ് ആണ്. ഏത് ടൈപ്പ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ്? ബുഫഡിനോലൈഡ് ടൈപ്പ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ്. അത് ഏതൊക്കെയാണ്? സില്ലെ എന്ന് പറയുന്ന ബോർഡുമായിട്ട് കണക്ട് ചെയ്താണ്. സില്ലാറൻ എ, സില്ലാറൻ ബി, സില്ലാറ്റിനേസ് എൻസൈം, ഗ്ലൂക്കോസില്ലാറൻ എയും പ്രോസില്ലാറിഡിൻ എയും. പിന്നെ ഇതുമായിട്ട് സില്ലയുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഒരു ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് സ്ക്യുല്ല് ഏതാണ്? സിനിസ്ട്രിൻ ആണ് നെക്സ്റ്റ് കോൺസ്റ്റന്റ്. ഇനി നമ്മളപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ്സ്. ഇനി ഇതിന്റെ യൂസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാർഡിയാക് ടോണിക്, ഹാർട്ട് ഡിസീസസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ലാസ്റ്റ് പോയിന്റിലും പറഞ്ഞേക്കുന്നത്. ഡിജിറ്റാലിസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡിജിറ്റാലിസ് ഇല്ലാത്തപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അതായത് കാർഡിയാക് ടോണിക് എന്നുള്ള സെയിം പ്രോപ്പർട്ടി ആണ്. നമ്മൾ ഡിജിറ്റാലിസ് പറഞ്ഞപ്പോഴത്തേക്കും അതിന് നമ്മൾ വേറെ ഒരു എക്സ്ട്രാ യൂസും പറഞ്ഞില്ല. പക്ഷെ ഇതിൽ 2 യൂസസും കൂടി പറയുന്നുണ്ട്. എക്സ്പെക്ടോറന്റ് ആൻഡ് ഡൈയൂററ്റിക്. നമ്മുടെ കഫം പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യാനും യൂറിൻ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യാനും ഈ 2 പ്രോസസ്സിനും നമുക്ക് 2 ആക്ഷൻസും ഉള്ള ഒരു ഡ്രഗ് കൂടിയാണ് സ്ക്യുല്ല്. സോ ദാറ്റ്സ് അബൌട്ട് സ്ക്യുല്ല് യൂസസ്. അപ്പം ഒന്നും കൂടി ഒന്ന് കട്ട് ഷോട്ട് ചെയ്ത് സ്ക്യുല്ല് ഒന്ന് ഫൈനലൈസ് ചെയ്ത് പറഞ്ഞു തരാം. നമ്മൾ പഠിച്ചത് തന്നെ സ്ക്യുൽ എന്ന് പറയുമ്പോൾ ബൾബിന്റെ പേര് ഓർമ്മ വേണം. അർജനിയ മാരിറ്റിമ എന്നാണ് അതിന്റെ അർജൻ മാരത്തോൺ ആ ഒരു പ്ലാന്റിന്റെ നെയിം. ലില്ലി പോലെ ഇരിക്കുന്ന ഒരു ബൾബ്. സോ ലില്ലിയേസി ആണ് അതിന്റെ ഫാമിലി. ബൾബ് എന്ന് പറയുമ്പോൾ തന്നെ ലില്ലി ഓർത്താൽ മതി. പിന്നെ സില്ലെ ബൾബസ് എന്ന് പറയുന്ന ഒരു സിനോണിം പഠിക്കണം. കാരണം ഈ സില്ലെ എന്ന് പറയുന്ന വേർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ കെമിക്കൽ കോൺസ്റ്റൻസ് മൊത്തം നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നോർമലി ഉള്ള കാർഡിയോട്ടോണിക് ആയിട്ടുള്ള ബാലൻസ്ഡ് ലീഗൽ ടെസ്റ്റ് ഒന്നും സ്ക്യുല്ലിന് പറ്റില്ല. സ്ക്യുല്ലിന്റെ മേജർ ആയിട്ടുള്ള ടെസ്റ്റ് ഏതാണ്? ലിബർമാൻ സ്റ്റിറോൾ ടെസ്റ്റ് ആണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ടെസ്റ്റ്. ആ ടെസ്റ്റിന്റെ പേര് പഠിക്കണം. സ്ക്യുൽ
ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഈസ് ലിബർമാൻ സ്റ്റിറോൾസ് ടെസ്റ്റ്. ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ കൾട്ടിവേഷൻ ആൻഡ് കളക്ഷനിലേക്ക് പറയുമ്പോഴത്തേക്കും നമ്മൾ ഗ്രീൻ ഹൗസിൽ റൈപ്പനിങ് ചെയ്തതിന് ശേഷം ഇതിന്റെ ബൾബാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ ചെയ്യുമ്പോൾ ഒരു ഫസ്റ്റ് ഗ്രോയിങ് സീസൺ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ആ സീഡ്സ് ജെർമിനേറ്റ് ചെയ്ത് സീഡ്ലിങ്സ് ആയി അതിൽ ആ ബൾബ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടൈം നമ്മൾ കൊടുക്കണം. എന്നിട്ട് ആ ബൾബാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ലാസ്റ്റ് ആ സോയിലിൽ നിന്നും നമ്മൾ ലാർജ് ബൾബ്സ് ആണ് ഡഗ് ഔട്ട് ചെയ്യുന്നത്. ഇതിൽ കുഞ്ഞു കുഞ്ഞു സ്മോൾ ടൈനി ബൾബ്സ് വരുമ്പോൾ അത് എഗെയിൻ നമ്മളത് പിക്ക് ചെയ്ത് മാറ്റിയിട്ട് ഗ്രീൻ ഹൗസിലേക്ക് ചേഞ്ച് ചെയ്ത്, അപ്പൊ നമ്മൾ ഇവിടെ ലാർജ് ബൾബ് എടുക്കുമ്പോഴത്തേക്കും അവിടെ ഗ്രീൻ ഹൗസിൽ ഈ ടൈനി ബൾബ്സ് ഒക്കെ വലിയ വലിയ ഡോർമെന്റ് ആയിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ഇവിടുന്ന് കൾട്ടിവേഷൻ കഴിയുമ്പോൾ തന്നെ ഇത് അങ്ങോട്ടേക്ക് റീപ്ലാന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കൊരു കണ്ടിന്യൂസ് കൾട്ടിവേഷൻ പ്രോസസ്സ് ഈ ഒരു സ്കില്ലിന്റെ കേസിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. കെമിക്കൽ കോൺസ്റ്റൻസിൽ വരുന്നതാണ് ബിഫഡിനോളൈഡ് ടൈപ്പ് കാർഡിയോഗ്ലൈക്കോസൈഡ്. ആ ടൈപ്പ് ഓർക്കണം, ബിഫഡിനോളൈഡ് ടൈപ്പ് കാർഡിയോഗ്ലൈക്കോസൈഡ് ആണ്. സില്ലെ എന്ന് പറയുന്ന വേർഡുമായിട്ട് കണക്ട് ചെയ്താണ്. സിലാറിൻ എ, സിലാറിൻ ബി, സിലാറ്റിനേസ് എൻസൈം. നമ്മൾ ഇതിനു മുന്നേ സാപ്പോണിൻ ഗ്ലൈക്കോസൈഡ് പഠിച്ചപ്പോൾ സാപ്പോജിനേസ് എൻസൈം പഠിച്ചായിരുന്നു. അതേപോലെ തന്നെ ഒരു എൻസൈമാണ് സിലാറ്റിനേസ് എൻസൈം. പിന്നെ ഗ്ലൂക്കോസിലാറിൻ എയും പ്രോസിലാറിഡിൻ എയും പിന്നെ സിനിസ്ട്രിനും സ്കില്ലിന്റെ തന്നെ ഒരു കോൺസ്റ്റന്റ് ആണ്. പിന്നെ യൂസസ് എന്ന് പറയുമ്പോൾ കാർഡിയോടോണിക്കൽ ഡിജിറ്റാൽ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലാതെ ഇത് എന്തായിട്ടും യൂസ് ചെയ്യാൻ പറ്റും? എക്സ്പെക്ടോറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡയൂററ്റിക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കാർഡിയോടോണിക് സ്റ്റിറോൾസിൽ നെക്സ്റ്റ് ഡ്രഗ് ഏതാണ്? തെവേഷ്യ. തെവേഷ്യ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അരളിച്ചെടി എന്ന് പറയും. നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും ഉള്ളതാണ്. ഇപ്പം റീസെന്റ് ആയിട്ട് നമുക്ക് ഇത് പോയിസണസ് ആണ്, യൂസ് ചെയ്യരുത്, ഇങ്ങനെ നമ്മുടെ ചെടികൾ വീടിന്റെ ഫ്രണ്ടിലുള്ളതൊക്കെ മുറിച്ച് മാറ്റണം, ഇതിൽ നിന്ന് പോയിസണസ് സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നതിനൊക്കെ പറഞ്ഞ് ന്യൂസ് സ്പ്രെഡ് ചെയ്തായിരുന്നു. അപ്പം വളരെ കോമൺ ആയിട്ട് നമ്മുടെ ചെടിയാണ്, ഇതൊരു ഹെർബ് പോലെ നമ്മൾ വീടുകളിലൊക്കെ പൂ ഉണ്ടാവുന്ന ഒരു ചെടികളായിട്ട് നമ്മൾ വെക്കുന്ന ആ കൂട്ടത്തിൽപ്പെട്ട അരളി, അതാണ് തെവേഷ്യ എന്ന് പറയുന്നത്. അപ്പം മഞ്ഞ കളറാണ് ഇത്, മഞ്ഞരളി എന്ന് അതിന് പറയുന്നത്. അപ്പം തെവേഷ്യയുടെ സിനോണിം നോക്ക്, യെല്ലോ ഒലിയാണ്ടർ. യെല്ലോ കളറാണ്. ഈ പിക്ചർ നോക്കി കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും, യെല്ലോ ഒലിയാണ്ടർ. പിന്നെ ലക്കി നട്ട് ട്രീ, അങ്ങനെ ഒരു പേരുണ്ട്. ശരിക്കും ലക്കി നട്ട് ട്രീ എന്ന് പറയുമ്പോൾ നല്ല ലക്കി ആയിട്ടുള്ള ട്രീ എന്നാണ്. പക്ഷെ റീസെന്റ് ആയിട്ട് ഇത് ഭയങ്കര പോയിസണസ് ആണെന്നൊക്കെയാണ് സ്പ്രെഡ് ചെയ്തത്. സോ ലക്കി നട്ട് ട്രീ. പിന്നെ ട്രംപറ്റ് ഫ്ലവർ. ട്രംപറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ആ ഫ്ലവറിന്റെ ഒരു ഷേപ്പ് ബേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു പേര് ഇതിന് വന്നത്, ട്രംപറ്റ് ഫ്ലവർ. അങ്ങനെയും ഇതിലെ ഫ്ലവറിന് അങ്ങനെ ഒരു നെയിം കൂടിയുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് ഈ അരളിച്ചെടിയുടെ ഇത് സീഡാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ചിലപ്പോൾ പരിചയമുള്ളത് ഇതിന്റെ ഫ്ലവറും ഇതിന്റെ ലുക്കും ഈ ഒരു ചെടിയുമായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് മെഡിസിനലി ഫാർമകോഗ്നോസിയിൽ നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഏതാണ്? ഇതിന്റെ ഡ്രൈഡ് സീഡ്സ് ആണ്. അപ്പൊ തെവേഷ്യ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിനോണിം പഠിക്കണം. യെല്ലോ ഒലിയാണ്ടർ, യെല്ലോ കളറാണ്. അപ്പം യെല്ലോ ഒലിയാണ്ടർ, ലക്കി നട്ട് ട്രീ, ട്രംപറ്റ് ഫ്ലവർ. ഇനി തെവേഷ്യ പെറൂവിയാന. പെറൂവിയാന എന്നാണ് ഇതിന്റെ പേര്. തെവേഷ്യ പെറൂവിയാന. അപ്പം ഇങ്ങനെ ഓർത്താൽ മതി, പെറുവിൽ നിന്ന് വന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ ഭയങ്കര കോമൺ ആണ്. എന്നാലും ഇതിന്റെ ഒറിജിൻ പെറു എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ജസ്റ്റ് അസ്യൂം ചെയ്യുക. പെറൂവിയാന എന്നുള്ള ഒരു വേർഡ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. തെവേഷ്യ പെറൂവിയാന ബിലോങ് ടു ദ ഫാമിലി അപ്പോസൈനേസി. അപ്പോസൈനേസിയാണ് ഇതിന്റെ ഫാമിലി. അപ്പം പാർട്ട് എന്ന് പറയുന്നത് ഡ്രൈഡ് സീഡാണ്. നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ഇതിനകത്ത് സീഡ്സ് അല്ല, ഈ ഇലയും ഇലയുടെ ഷേപ്പും ഈ പൂവൊക്കെയാണ് നമ്മുടെ കണ്ണിൽ ആദ്യം ഉടക്കുന്നത്. പക്ഷെ തെവേഷ്യക്ക് നമുക്ക് വേണ്ടത് തെവേഷ്യയുടെ സീഡാണ്, ഡ്രൈഡ് സീഡ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് യെല്ലോ ഒലിയാണ്ടർ, ലക്കി നട്ട് ട്രീ ഓർ ട്രംപറ്റ് ഫ്ലവർ. ആൻഡ് ഇതിന്റെ പ്ലാന്റ് നെയിം എന്ന് പറയുന്നത് തെവേഷ്യ. ഇറ്റ്സ് എ പ്ലാന്റ് ഫ്രം പെറു. സോ തെവേഷ്യ പെറൂവിയാന ബിലോങ് ടു ദ ഫാമിലി അപ്പോസൈനേസിയെ. അപ്പോസൈനേസിയാണ് ഇതിന്റെ ഫാമിലി. ഇനി നെക്സ്റ്റ്, സോ ബയോളജിക്കൽ സോഴ്സ് കഴിഞ്ഞു. തെവേഷ്യ പെറൂവിയാന പ്ലാന്റ് ആൻഡ് പാർട്സ് ആർ ഡ്രൈഡ് സീഡ്സ് ആൻഡ് ഫാമിലി ഈസ് അപ്പോസൈനേസിയെ. ആൻഡ് ഇതിന്റെ സിനോണിം നമ്മൾ പഠിച്ചു. സോ ബയോളജിക്കൽ സോഴ്സ് കംപ്ലീറ്റഡ്. ഇനി കമ്മിങ് ടു മൈക്രോസ്കോപ്പി. മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ കാണുന്നതാണ്, അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നോക്ക്, ഇതാണ് ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞത്. പാരാസൈറ്റിക് സ്റ്റൊമാറ്റ. ഈ പാരാസൈറ്റിക് സ്റ്റൊമാറ്റ നമ്മൾ മുമ്പ് ഒന്ന് പഠിച്ചു. എവിടെ പഠിച്ചു?
ഇപ്പൊ നമ്മളിപ്പോ റിവൈൻഡ് ചെയ്ത് ആലോചിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ പഠിച്ച് എവിടെയാ പഠിച്ചത് എന്താ പഠിച്ചതെന്ന് കൺഫ്യൂഷൻ. അതാണ് ഈ ഫാർമക്കോഗ്നോസിയുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള പ്രശ്നം. ഇതാണ് നമ്മൾ കുറെ ഡ്രഗ്സ് പഠിച്ച് ഒരു ഡ്രഗ് പഠിക്കുന്നെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ എല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ആ കണക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ പറയുന്നത്. നമ്മൾ ഇതിനു മുന്നേ 2 സ്റ്റൊമാറ്റയാണ് പഠിച്ചത്. അതിലൊന്ന് പാരാസൈറ്റിക് സ്റ്റൊമാറ്റയും പഠിച്ചു, 2 അനോമോസൈറ്റിക് സ്റ്റൊമാറ്റയും പഠിച്ചു. പാര നമ്മൾ പറഞ്ഞു സെന്ന, ബോണറ്റ്, ആന്ധ്ര ആൻഡ് സെന്ന ഇസ് വെരി പാര, അങ്ങനെ നമ്മൾ പഠിച്ചത്. അപ്പൊ സെന്ന പാരാസൈറ്റിക് സ്റ്റൊമാറ്റയാണ്. അതേപോലെ നെക്സ്റ്റ് പാരാസൈറ്റിക് ഏതാണ്? ടെവേഷ്യയാണ്. അപ്പൊ മറക്കരുത്, ടെവേഷ്യയും പാരാസൈറ്റിക് സ്റ്റൊമാറ്റയാണ്. ഇതും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ടെവേഷ്യയുടെ സ്റ്റൊമാറ്റ ഏതാണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്, പാരാസൈറ്റിക് സ്റ്റൊമാറ്റ. അപ്പം സെന്നയ്ക്കും ടെവേഷ്യയ്ക്കും പാരാസൈറ്റിക് സ്റ്റൊമാറ്റ ആണ് ഉള്ളത്. പിന്നെ ഏതിനാണ് അനോമോസൈറ്റിക് അല്ലെങ്കിൽ റെനിൻകുലേഷ്യസ് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റ വരുന്നത്? അത് നമ്മുടെ ഡിജിറ്റാലിസിനാണ്. ഡിജിറ്റാലിസിനാണ് ഈ നമ്മുടെ റെനിൻകുലേഷ്യസ് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ അനോമോസൈറ്റിക് സ്റ്റൊമാറ്റോ വരുന്നത്. ബാക്കി ടെവേഷ്യയ്ക്കും സെന്നയ്ക്കും ഈ 3 മാത്രമാണ് സ്റ്റൊമാറ്റയുടെ നമ്മൾ ടൈപ്പ് പഠിക്കുന്നുള്ളൂ. ഏതാണ്? പാരാസൈറ്റിക് സ്റ്റൊമാറ്റയുടെ. അപ്പം ഇത് നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്രൈക്കോംസ് പ്രസന്റ് ആണ്, അതേപോലെ തന്നെ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് പ്രസന്റ് ആണ്. അപ്പം അത്രേ ഉള്ളൂ അതിന്റെ മൈക്രോസ്കോപ്പി. ഇനി ഇതിന്റെ നീണ്ടു നിവർന്ന് ഇതിന്റെ എന്താണ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് കിടക്കുവാണ്. ടെവേഷ്യ പെറൂവിയാന എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ടെവേഷ്യ പെറൂവിയാന, പെറുവിൽ നിന്നുള്ള പ്ലാന്റ്, അതിൽ നിന്ന് നമ്മൾ ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഈ ലിസ്റ്റ് ഓഫ് ഇതെല്ലാം എന്താണ്? കാർഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഗ്ലൈക്കോസൈറ്റ്സ് ആണ്. കാർഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഗ്ലൈക്കോസൈറ്റ്സ് ആണ്. ഇനി ടെവേഷ്യ പെറൂവിയനയുടെ ടെവേഷ്യ എന്ന് പറയുന്ന വേർഡ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് ടെവറ്റിൻ എ, ടെവറ്റിൻ ബി, ടെവനിൻ. 3 പഠിച്ചു. ടെവറ്റിൻ എ, ടെവറ്റിൻ ബി, ടെവനിൻ. 3 ഡ്രഗ് പഠിച്ചു. ഈ ടെവനിന്റെ വേറൊരു പേരാട്ടോ റോബോസൈഡ് എന്ന് പറയുന്ന ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന. ഇനി അടുത്ത നമ്മുടെ വേർഡ് പെറൂവിയാന. പെറൂവിയാനയിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു വേർഡാണ്, ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് ആണ് പെറുവോസൈഡ്. പെറുവോസൈഡ്. അപ്പൊ നമ്മൾ പിന്നെ അടുത്തത് ഏതാ? പെറുവോസിക് ആസിഡ്. അപ്പൊ ടെവേഷ്യ പെറൂവിയാന എന്ന് പറയുന്നതിൽ തന്നെ നമ്മൾ അതിന്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസും പഠിച്ചു കഴിഞ്ഞു. ടെവറ്റിൻ എ, ടെവറ്റിൻ ബി, പെറുവോസൈഡ്, പെറുവോസിക് ആസിഡ്, ടെവനിൻ. പിന്നെ നമുക്കൊരു ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഏതാ? ഇത് ടെറിഫോളിൻ. നെറിഫോളിൻ ആണ് ഇതിൽ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ ടെവേഷ്യ നമുക്ക് ഒരു ഇത് വരില്ല, പക്ഷെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ടെവേഷ്യയിലുള്ള കോൺസ്റ്റന്റ് തന്നെയാണ് നെറിഫോളിൻ. പിന്നെ ഇതിനകത്തൊരു എൽ തെവറ്റോസ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ഷുഗർ യൂണിറ്റ് ഉണ്ട്. അപ്പൊ തെവറ്റോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ടെവേഷ്യ ആയിട്ട് കണക്റ്റഡ് ആണ്. ആൻഡ് ഇതൊരു ഷുഗർ യൂണിറ്റ് ആണ്. അത് കൂടാതെ ഏതും കൂടി ഉണ്ട്? ഗ്ലൂക്കോസിന്റെ. തെവറ്റോസിന്റെ എൽ വേർഷൻ ആണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ ഡി ഗ്ലൂക്കോസ്. സോ കെമിക്കൽ കോൺസ്റ്റൻസ് കഴിഞ്ഞു. അപ്പം നമ്മള് സ്റ്റുല്ല് പറഞ്ഞ പോലെ ഡിജിറ്റാലിസ് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ടെവേഷ്യയും. ടെവേഷ്യയിലും എന്ത് തന്നെയാണുള്ളത്? കാർഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർഡിയാ ഗ്ലൈക്കോസൈറ്റ്സ് തന്നെയാണ്. ആ ഗ്ലൈക്കോസൈറ്റ്സ് ആണ് നമ്മൾ ടെവേഷ്യ പെറൂവിയാന എന്ന് പറയുന്ന ആ വേർഡിനോട് സിമിലർ ആയിട്ട് തന്നെ ടെവറ്റിൻ എ, ടെവറ്റിൻ ബി, പെറുവോസൈഡ്, പെറുവോസിക് ആസിഡ്, ടെവനിൻ. പിന്നെ നമ്മൾ എക്സ്ട്രാ നമ്മൾ സ്ക്യുല്ലിൽ സിനിസ്ട്രിൻ പറഞ്ഞ പോലെ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് നമ്മുടെ നെറിഫോളിൻ. പിന്നെ ഇതിനകത്ത് വരുന്ന ഷുഗർ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? എൽ തെവറ്റോസും അതേപോലെ ഡി ഗ്ലൂക്കോസും. കഴിഞ്ഞു. കെമിക്കൽ കോൺസ്റ്റൻസ് കംപ്ലീറ്റഡ്. ഇനി നമുക്ക് ഇതിന്റെ യൂസസ് നോക്ക്. നമ്മൾ പറഞ്ഞത് കാർഡിയോ ടോണിക് ആണ്, പക്ഷെ അതല്ല. ഇതിന് മേജർ ആയിട്ടുള്ള യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോർട്ടിഫേഷ്യന്റ് ആണ്, പിന്നെ പെർഗേറ്റീവ് ആണ്, പിന്നെ ഡ്രോപ്സി നമ്മളിങ്ങനെ നീര് പോലെ ഇൻഫ്ലമേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ എഡീമയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്, പിന്നെ റൊമാറ്റിസം ജോയിന്റ് പെയിൻസിനും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള യൂസസ്. അപ്പൊ ടെവേഷ്യനെ കുറിച്ച് ഇത്രേ ഉള്ളൂ. നമുക്ക് ഒന്നും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്ത് പഠിച്ചു തന്നെ പറഞ്ഞു പോവാം. ടെവേഷ്യ എന്ന് പറയുന്ന മഞ്ഞരളി ചെടിയുടെ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? യെല്ലോ ഒളിയാണ്ടർ, ലക്കി നട്രി, ട്രംപറ്റ് ഫ്ലവർ, അങ്ങനെ പല വേർഡ്സിലും ഇത് അറിയപ്പെടും. നമുക്ക് വേണ്ടത് ഇതിന്റെ ഫോട്ടോയിൽ കാണുന്ന സാധനമൊന്നുമല്ല, ഇതിന്റെ ഡ്രൈഡ് സീഡ്സ് ആണ്. ടെവേഷ്യ പെറൂവിയാനയാണ് ഇതിന്റെ പ്ലാന്റ് നെയിം. ആൻഡ് ഫാമിലി എപ്പോസൈനേസിയാണ് ടെവേഷ്യയുടെ പ്ലാന്റ്. മൈക്രോസ്കോപ്പിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ഉള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ട്. പാരാസൈറ്റിക് സ്റ്റൊമാറ്റ. ഇതിനു മുന്നേ നമ്മൾ പാരാസൈറ്റിക് സ്റ്റൊമാറ്റ ഏതിലാ പഠിച്ചത്? സെന്ന. അപ്പൊ സെന്നയും പാരയാണ്,
തെവേഷ്യയും പാരയാണ്. സെന്ന ആന്ധ്രയിൽ നിന്ന് വന്ന പാരയാണെങ്കിൽ തെവേഷ്യ പെറുവിൽ നിന്ന് വന്ന പാരയാണ്. അപ്പം തെവേഷ്യ എന്നുള്ളത് പെറൂവിയാനെ ആണെന്നും സെന്ന എന്നുള്ളത് ആന്ധ്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ് ആണെന്നും പഠിച്ചില്ലേ? സോ പാരാസൈറ്റിക് സ്റ്റൊമാറ്റോയുടെ കേസിൽ 2 ഡ്രഗ്സ് നമ്മളിപ്പോൾ കവർ ചെയ്തു. തെവേഷ്യയും ഉണ്ട്, സെന്നയും ഉണ്ട്. അപ്പോൾ അനോമോസൈറ്റിക് അല്ലെങ്കിൽ റെനിൻകുലേഷ്യസ് ടൈപ്പ് ഓഫ് സ്റ്റൊമാറ്റോ ഏതിലാണ്? ഡിജിറ്റാലിസ്. കൺഫ്യൂഷൻ ആവരുത്. ഇനി കെമിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കും കാർഡിയാക്റ്റീവ് ഗ്ലൈക്കോസൈഡ് ആണ് നമ്മുടെ കെമിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ടെവറ്റിൻ എ, ടെവറ്റിൻ ബി, പെറവോസൈഡ്, റുബോസൈഡ്, പിന്നെ നെറിഫോളിനും, പിന്നെ ഇതിൽ ഷുഗർ ട്രക്ക് മോളിക്യൂൾസ് ആയ എൽ ടെവറ്റോസും ഡി ഗ്ലൂക്കോസും. പിന്നെ ഇതിലെ യൂസ് അബോർട്ടിഫേഷൻ ആയിട്ടും പർഗേറ്റീവ് ആയിട്ടും ഡ്രോപ്സിയില്, എഡീമയില്, റൊമാറ്റിസത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ നമ്മുടെ ലാസ്റ്റ് ഡ്രഗ് കാർഡിയോട്ടോണിക് സ്റ്റിറോയിഡ്സിൽ നമ്മുടെ അവസാനത്തെ ഡ്രഗ് എന്ന് പറയുന്നത് സ്ട്രഫാന്തസ്. അപ്പം സ്ട്രഫാന്തസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ പിക്ചറും ഇതിൽ കണ്ടോ, ഇതിന്റെ നടുക്ക് ഇത് കണ്ടോ, ഇങ്ങനെ കൊമ്പ് പോലെ ഇങ്ങനെ നിൽക്കുന്ന, അത് ഓർത്താൽ മതി. അതിന്റെ തന്നെ ഒരു ഇലാബറേറ്റഡ് ആയിട്ടാണ്. അത് കുറച്ചും കൂടി മെച്ചേർഡ് ആവുമ്പോൾ കൊമ്പൊക്കെ ഇങ്ങനെ തൂങ്ങി താഴോട്ട് നിൽക്കും. അതല്ല കേട്ടോ ഇവിടുത്തെ ശരിക്കും ഈ ഒരു പേരിന്റെ അർത്ഥം. പക്ഷെ പഠിക്കണം, അങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം, എന്നാലേ നമ്മുടെ തലയിൽ ഇരിക്കുള്ളൂ. സോ കമ്മിങ് ടു ദി പ്ലാൻ സിനോണിം, കൊമ്പേ സീഡ്. കിട്ടിയ ഈ കൊമ്പേ എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രൊഫാന്തസിന്റെ ഈ ഒരു പിക്ചർ ഓർക്കാൻ പറഞ്ഞത്. കൊമ്പ് പോലെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഈ ഒരു പിക്ചർ ഓർക്കാൻ പറഞ്ഞത്. കാരണം സ്ട്രൊഫാന്തസ് എന്ന് പറയുമ്പോൾ കൊമ്പേ നമ്മൾ ഓർത്തേ പറ്റുള്ളൂ. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് പറയാനുള്ളതൊക്കെ കൊമ്പേനെ പറ്റിയിട്ടാണ്. സോ ഫസ്റ്റ് സിനോണിമാണ് കൊമ്പേ സീഡ്സ്. കൊമ്പേ സീഡ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് സീഡാണ്. സ്ട്രഫാന്തസിന്റെ സീഡ്സ് ആണ് നമ്മൾ വേണ്ട. സ്ട്രഫാന്തസ്, എസ് ഫോർ സീഡ്. സ്ട്രഫാന്തസിന്റെ സീഡ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് സീഡ്സിന്റെ സിനോണിം കൊമ്പേ സീഡ്സ് എന്നാണ്. ഈ കൊമ്പേ സീഡ്സ് എന്നുള്ള ആ കൊമ്പേ എന്ന് പറയുന്ന വേർഡ് വന്നത് എന്താണ്? ഇതിന്റെ പ്ലാന്റ് നോക്ക്, സ്ട്രഫാന്തസ് കൊമ്പേ, അവിടെയും കൊമ്പേ. അപ്പൊ നമ്മൾ കൊമ്പുള്ള പ്ലാന്റ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പിക്ചർ ഓർത്താൽ മതി. കൊമ്പ് പോലെ തള്ളി നിൽക്കുന്നു, വലുതായപ്പോ കൊമ്പും വലുതായി. ഓക്കെ, അപ്പം സ്ട്രഫാന്തസിന്റെ സിനോണിം എന്ന് പറയുമ്പോഴത്തേക്കും കൊമ്പേ സീഡ്സ് ആണ് ഇതിന്റെ സിനോണിം. കൊമ്പേ സീഡ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ പ്ലാന്റ് നെയിം തന്നെ ഇറ്റ്സെൽഫ് അതിലുണ്ട്, സ്ട്രഫാന്തസ് കൊമ്പേ ഒലിവ്, ബിലോങ് ടു ദ ഫാമിലി അപ്പോസൈനേസിയേ. അപ്പൊ ഇത് നമ്മൾ മുന്നേ പഠിച്ചു തെവേഷ്യയില്. അപ്പൊ കാർഡിയോട്ടോണിക് സ്റ്റിറോയിഡ്സിൽ നമ്മൾ 4 ഡ്രഗാ പഠിക്കുന്നത്. ഡിജിറ്റാലിസ് പഠിച്ചു, സ്ക്യുല്ല് പഠിച്ചു, തെവേഷ്യ പഠിച്ചു, സ്ട്രഫാന്തസ് പഠിച്ചു. ഡിജിറ്റാലിസ് നമുക്കറിയാം അതിന് വേണ്ടി മാത്രം ഒരു ഫാമിലി ഉണ്ട്. ഏതായിരുന്നു അത്? നമ്മുടെ സ്ക്രോഫിലറേസിയ. സ്ക്യുല്ല് നമുക്കറിയാം ബൾബ് പോലെ ഇരിക്കുന്ന, സ്ക്യുല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് ബൾബാലോ, ലില്ലിപ്പൂ പോലെ ഇരിക്കുന്ന ബൾബ് നമ്മൾ പഠിച്ചു വെച്ചാൽ. അപ്പൊ സ്ക്യുല്ല് ലില്ലിയേസിയ. ബാക്കി രണ്ടും അവസാനം നമ്മൾ പഠിക്കുന്ന കാർഡിയോഗ്ലൈക്കോസൈഡ് ആയിട്ടുള്ള തെവേഷ്യക്കും സ്ട്രഫാന്തസിനും സെയിം ഫാമിലിയാണ്, ദാറ്റ് ഈസ് അപ്പോസൈനേസിയെ. ആ ഒരു ഫാമിലിയാണ് ഇത്, അപ്പോസൈനേസിയെ. പിന്നെ ഇതിനകത്ത് വരുന്ന അപ്പൊ പഠിച്ച് നമ്മൾ ബയോളജിക്കൽ സോഴ്സ് കഴിഞ്ഞു. അപ്പൊ ബയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയായിരുന്നു? നമുക്ക് ഈ സ്ട്രഫാന്തസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു പിക്ചർ ഓർമ്മ വേണം. എന്നാലാണ് സ്ട്രഫാന്തസ് എന്ന് പറയുമ്പോൾ കൊമ്പ് എന്നുള്ള ഒരു പേരിലേക്ക് നമ്മൾ കണക്ഷൻ കിട്ടുള്ളൂ. സോ നമുക്ക് നമ്മൾ സ്ട്രഫാന്തസ്, ഓക്കെ, പിക്ചർ നമുക്ക് ഓർമ്മ വന്നു, കൊമ്പ് നമ്മൾ കണ്ടു, വലിയ കൊമ്പും ചെറിയ കൊമ്പും നമ്മൾ കണ്ടു. സോ ഓക്കെ, കൊമ്പ്. അപ്പൊ ഇതിന്റെ സിനോണിം ഏതാ? കൊമ്പേ സീഡ്സ്. കഴിഞ്ഞു. ഇനി ഇതിന്റെ പാർട്സ് ഏതാണ്? ഡ്രൈഡ് റൈപ്പൻഡ് സീഡ്. ഇത് തെറ്റിപ്പോവരുത്. കൊമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ പലതും ഓർമ്മ വരും, പക്ഷെ ഇത് ഓർത്താൽ മതി. എസ് ഫോർ സീഡ്, എസ് ഫോർ സീഡ്. അപ്പം സീഡാണ് നമ്മൾ എടുക്കുന്നത്, ഡ്രൈഡ് റൈപ്പൻഡ് സീഡാണ്. പിന്നെ പ്ലാന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൊമ്പാണ് നമ്മുടെ മൈൻഡിൽ. അപ്പം സ്ട്രഫാന്തസ് കൊമ്പയാണ് ഇതിന്റെ പ്ലാന്റ് നെയിം. ആൻഡ് ഫാമിലി തെവേഷ്യയുടെ സെയിം ഫാമിലിയാണ് അപ്പോസൈനേസിയ. ഇനി കെമിക്കൽ ടെസ്റ്റ് നമ്മൾ പിന്നെയും ഫസ്റ്റത്തെ ഡിജിറ്റാലിസിലേക്ക് പോയി. കാർഡിയാക് ഗ്ലൈക്കോസൈഡിൽ നമ്മൾ ആദ്യം പഠിച്ച ഡിജിറ്റാലിസിലേക്ക് പോവാണ്. കെല്ലർ കിലിയാനി ടെസ്റ്റും ബാൽജറ്റ് ടെസ്റ്റും ലീഗൽ ടെസ്റ്റും. നമ്മൾ ഡിജിറ്റാലിസിന്റെ ഡിജിറ്റാലിസിന്റെ കാർഡിയാക് ഗ്ലൈക്കോസൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് തന്നെയാണ് ബാക്കി 3. പക്ഷെ ഈ 3 ടെസ്റ്റ് ഒരേപോലെ പാസ്സാവുന്നത് ആര് മാത്രമാണ്? സ്ട്രഫാന്തസ്. അപ്പൊ നമ്മൾ ഇതൊരു ഓർഡറിൽ പഠിക്കുവാണെങ്കിൽ ഡിജിറ്റാലിസ്, സ്ക്യുല്ല്, തെവേഷ്യ, സ്ട്രഫാന്തസ് ആണ്. ഫസ്റ്റത്തേന്റെയും ലാസ്റ്റത്തേലും കോമൺ ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. കെല്ലർ കിലിയാനി ടെസ്റ്റ്, ബാൽജറ്റ് ടെസ്റ്റ്, ലീഗൽ ടെസ്റ്റ്. 3 നമ്മൾ പഠിച്ച് കവർ ചെയ്തതാണ്. എന്നാലും ഒന്നും കൂടി പറയാം. കെല്ലർ കിലിയാനി ടെസ്റ്റ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ലാസ്റ്റ് പഠിച്ചത്. ആദ്യം നമ്മൾ പഠിച്ചത് ബാൽജറ്റ് ടെസ്റ്റ്. നമ്മൾ പഠിച്ച ഓർഡറിൽ തന്നെ പറയാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇതാ, ബാൽജറ്റ് ടെസ്റ്റ്, ആദ്യത്തെ ടെസ്റ്റ്. അത് ഓർഡറിൽ പഠിക്കുവാണെങ്കിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഓർഡറിൽ നമുക്ക് അതിന്റെ കെമിക്കൽ റിയേജന്റ്, ആദ്യത്തെ ടെസ്റ്റിന് 1 റിയേജന്റ്, രണ്ടാമത്തെ ടെസ്റ്റിന് 2 റിയേജന്റ്, മൂന്നാമത്തെ ടെസ്റ്റിന് 3 റിയേജന്റ്. അങ്ങനെ തന്നെയല്ലേ നമ്മൾ പഠിച്ചത്. ഒന്നും കൂടി നമുക്ക് അതൊന്ന് റിവൈൻഡ് ചെയ്ത് പോവാം.
വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് അത് ഒന്നും കൂടി പഠിക്കുമ്പോൾ ഒന്നും കൂടി മൈൻഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെക്ഷൻ ഒന്നും കൂടി പറഞ്ഞത്. നമ്മുടെ ഫസ്റ്റത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ബാൽജറ്റ് ടെസ്റ്റ് ആണ്. ബാൽജറ്റ് ടെസ്റ്റിന്റെ ഒരു റിയേജന്റ് ഉള്ളൂ. ഒന്നാമത്തെ ടെസ്റ്റിന് സോഡിയം പിക്രേറ്റ് ആണ്. അതിന്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് യെല്ലോ ടു ഓറഞ്ച് ആണ്. ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് അതിലെടുത്ത് പറഞ്ഞില്ലാതുള്ളൂ. രണ്ടാമത്തെ നമ്മുടെ ലീഗൽ ടെസ്റ്റ് ആണ്. രണ്ടാമത്തേന് 2 റിയേജന്റ് ഉണ്ട്. പിരിഡിനും ഉണ്ട്, സോഡിയം നൈട്രോ പ്രസൈഡും ഉണ്ട്. PP, ഒന്ന് പ്രസൈഡിന്റെ പിയും ഒന്ന് പിരിഡിന്റെ പിയും. അപ്പൊ ലീഗൽ ടെസ്റ്റിന് PP, LPP എന്ന് പറഞ്ഞാൽ മതി. ഇനി മൂന്നാമത്തെ കെല്ലർ കിലിയാനി, അതിന്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് പിങ്ക് ടു റെഡ് കളർ ആണ്. മൂന്നാമത്തെ കെല്ലർ കിലിയാനി ടെസ്റ്റ് ആണ്. മൂന്നാമത്തെ ടെസ്റ്റിന് 3 റിയേജൻസ് ഉണ്ട്. ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും പിന്നെ സൾഫ്യൂരിക് ആസിഡും, 2 ആസിഡ്സും, പിന്നെ നമ്മൾ കോമൺ ആയിട്ട് മോഡിഫൈഡ് ബോട്ടാക്സ് ടെസ്റ്റിൽ പറഞ്ഞ ഫെറിക്ലോറൈഡ് സൊല്യൂഷനും. 2 കളർ ചേഞ്ച് പറയുന്നുണ്ട്, റെഡിഷ് ആയിട്ടുള്ള ബ്രൗൺ കളറും ബ്ലൂയിഷ് ഗ്രീനും. ഈ ബാൽജറ്റ് ടെസ്റ്റും ലീഗൽ ടെസ്റ്റും കെല്ലർ കിലിയാനി ടെസ്റ്റും പാസ് ചെയ്യുന്ന കാർഡിയോഗ്ലൈക്കോസൈഡ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഡിജിറ്റാലിസും, നാലാമത്തെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ സ്ട്രൊഫാൻതിസും. അതിന്റെ ഇടയിൽ വരുന്ന തെവേഷിക്കും സ്ക്യുല്ലിനും അതില്ല. സ്ക്യുല്ലിന്റെ സ്പെഷ്യൽ ടെസ്റ്റ് ഓർക്കണം, ലിബർമാൻ സ്റ്റിറോൾ ടെസ്റ്റ് ആണ്. സോ നമ്മുടെ സ്ട്രൊഫാൻതിസിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ കൊമ്പേ സീഡ്സിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. സോ നമ്മളപ്പോ ആ 3 ടെസ്റ്റും കവർ ചെയ്തു. കെല്ലർ കിലിയാനി ടെസ്റ്റും ബാൽജറ്റ് ടെസ്റ്റും പിന്നെ നമ്മുടെ ലീഗൽ ടെസ്റ്റും. അത്രേ ഉള്ളൂ. ഈ സെയിം തന്നെയാണ് ഇതിൽ വരുന്ന കെമിക്കൽ ടെസ്റ്റ്. ഇനി ഇതിന്റെ എന്താ ഉള്ള ഇതിനകത്ത് കെമിക്കൽ കോൺസ്റ്റൻസും ഇതിന്റെ യൂസ്. കെമിക്കൽ കോൺസ്റ്റൻസ് നോക്ക്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു സ്ട്രൊഫാന്തസ് എന്ന് പറയുമ്പോൾ ദേ കണ്ടോ കൊമ്പ് നിൽക്കുന്നുണ്ടോ? കൊമ്പ് നിറച്ചും കൊമ്പുകളാണ്, ഇവിടെയുണ്ട് കൊമ്പ്. അപ്പൊ കൊമ്പേ സീഡ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ദേ നോക്ക്, കൊമ്പേ സ്ട്രൊഫാൻതിൻ, ഇതാണ് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ്. ഈ K എന്ന് പറയുന്ന മൊത്തം കൊമ്പെ റെപ്രസെന്റ് ചെയ്യുന്നത്. കൊമ്പെ സ്ട്രൊഫാൻതിൻ, കൊമ്പെ സ്ട്രൊഫാന്തോസൈഡ്, കൊമ്പെ സ്ട്രൊഫാൻതിൻ P, ഇതെല്ലാം എന്താണ്? കൊമ്പെ എന്നുള്ള അതിന്റെ ആ വേർഡാണ് ഈ K വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ബ്രാക്കറ്റിലുള്ളതല്ല, ഇതാണ് നമ്മുടെ മെയിൻ കോൺസ്റ്റന്റ്. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, ഇതും ഓപ്ഷൻസിൽ ഇതും ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അറിയണം K സ്ട്രൊഫാൻതിൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള കെമിക്കൽ കോൺസ്റ്റന്റ്. അതിന്റെ മിക്സ്ചർ, അതിൽ വരുന്ന 3 കണ്ടന്റ് ആണ് K സ്ട്രൊഫാന്തോസൈഡ്, K സ്ട്രൊഫാൻതിൻ പിയും സൈമാരിനും. K സ്ട്രൊഫാന്തോസൈഡും K സ്ട്രൊഫാൻതിൻ പിയും സൈമാരിനും അതിൽ വരുന്ന 3 കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ്. അല്ലാതെ ശരിക്കും നമ്മുടെ മേജർ ആയിട്ടുള്ള സ്ട്രൊഫാന്തസ് അല്ലെങ്കിൽ കൊമ്പേ സീഡ്സിൽ അല്ലെങ്കിൽ സ്ട്രൊഫാന്തസ് കൊമ്പയില് നമ്മുടെ മേജർ കെമിക്കൽ കോൺസ്റ്റന്റ് ഏതാണ്? കോസ്ട്രൊഫാൻതിനാണ്. പിന്നെ നമ്മൾ സൈമാറസ് എന്ന് പറയുന്ന ഷുഗർ, ഇതും നമ്മൾ പഠിക്കണം. കാരണം നമ്മൾ ഡിജിറ്റാലിസിന്റെ കേസിൽ ഓക്കെ. രണ്ടാമത് നമ്മൾ പഠിച്ച സ്കില്ലിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ബാൽജറ്റ് ടെസ്റ്റിന്റെയും ലീഗൽ ടെസ്റ്റിന്റെയും കാര്യം മാത്രം നമ്മൾ പറഞ്ഞു. ഈ കെല്ലർ കിലിയാനി ടെസ്റ്റ് പിന്നെ നമ്മൾ പറയുന്നത് ഈ ഒരു ഇതിൽ ഈ 3 ടെസ്റ്റും കെല്ലർ കിലിയാനി ടെസ്റ്റ് ഉൾപ്പെടെ 3 ടെസ്റ്റും പോസിറ്റീവ് ആണ് നമ്മുടെ സ്ട്രൊഫാന്തസിന്റെ കേസിൽ. അപ്പം ഈ കെല്ലർ കിലിയാനി ടെസ്റ്റിനെ പോസിറ്റീവ് ആക്കിയത് ഇവനാണ്, സൈമാറോസ് എന്ന് പറയുന്ന ഈ ഒരു ഷുഗർ മോളിക്യൂൾ ആണ്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നുമില്ല, സ്ട്രൊഫാന്തസ് എന്ന് പറയുമ്പോൾ ഈ കൊമ്പ് ഓർക്കണം. അപ്പൊ തന്നെ നമുക്ക് K സ്ട്രൊഫാൻതിൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് കിട്ടും. രണ്ടാമത് നമ്മുടെ ഷുഗർ ആയിട്ടുള്ള സൈമാറോസ് ഷുഗർ. കെമിക്കൽ കോൺസ്റ്റൻസ് യൂസസ് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. കാരണം കാർഡിയോഗ്ലൈക്കോസൈഡ് ആണ്, ഡിജിറ്റാലിസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, ഡിജിറ്റാലിസിന്റെ നമ്മൾ യൂസ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഹാർട്ട് ഡിസീസസിനും നമ്മൾ യൂസ് ചെയ്യും. ഏട്രിയൽ ഫൈബ്രിലേഷനോ ഏട്രിയൽ ഫ്ലട്ടറിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ അരിത്തിമിയ, കാർഡിയാക് ഫെയിലർ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ഒരു കാർഡിയോടോണിക് ആയിട്ട് ഡിജിറ്റാലിസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്ട്രൊഫാന്തസ് ഉപയോഗിക്കാം. സ്ട്രൊഫാന്തസിൽ നമുക്ക് അങ്ങനെ കൾട്ടിവേഷൻ കളക്ഷൻ ഒന്നും പഠിക്കാനില്ല, ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്നും കൂടി ഇത് ചെയ്ത് പോവാം. അപ്പം സ്ട്രൊഫാന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൊമ്പെ സീഡ്സ് എന്നാണ് അതിന്റെ സിനോണിം. പിന്നെ അതിന്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡ്രൈഡ് റൈപ്പൻഡ് സീഡ്, S ഫോർ സീഡാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ അതിന്റെ പ്ലാന്റിന്റെ നെയിം എന്ന് പറഞ്ഞാൽ സ്ട്രൊഫാന്തസ് കൊമ്പെ ഒലിവ് ആണ് ആൻഡ് ബിലോങ് ടു ദ ഫാമിലി. നമ്മളിപ്പോൾ മുന്നേ പഠിച്ച തെവേഷ്യയുടെ സെയിം ഫാമിലിയാണ് അപ്പോസൈനേസിയെ. പിന്നെ ഇതിന്റെ കെമിക്കൽ ടെസ്റ്റ് കെല്ലർ കിലിയാനി ടെസ്റ്റ്, ബാൽജറ്റ് ടെസ്റ്റ്, ലീഗൽ ടെസ്റ്റ് 3ഉം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത്. മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് K സ്ട്രൊഫാൻതിൻ, കൊമ്പെ സ്ട്രൊഫാൻതിൻ. അപ്പം ഇതിനകത്തൊരു കൊമ്പെ സ്ട്രൊഫാൻതിൻ P എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലെ കണ്ടന്റ് ആണ്. അതുപോലെ K സ്ട്രൊഫാന്തോസൈഡ്, കൊമ്പെ സ്ട്രൊഫാന്തോസൈഡും ഉള്ളിലെ കണ്ടന്റ് ആണ്. സൈമാരിനും ഉള്ളിലെ കണ്ടന്റ് ആണ്. നമ്മുടെ മെയിൻ ഷുഗർ എന്ന് പറയുന്നത് സൈമാറോസ് ആണ്. റോസ്, ഗ്ലൂക്കോസ്, സുക്രോസ് എന്നൊക്കെ പറയുമ്പോൾ സൈമാറോസ് ആണ് ഷുഗർ. സൈമാറിൻ എന്ന് പറയുന്നത് ഇതിന്റെ K സ്ട്രൊഫാൻതിന്റെ അകത്തെ കണ്ടന്റ് ആണ്. അതപ്പോ തിരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം.
പിന്നെ ഇതിന്റെ യൂസ് ഹാർട്ട് ഡിസീസിന് ഉപയോഗിക്കുന്ന ഒരു കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ്. സോ നമ്മൾ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് മൊത്തം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതായത് 4 ഡ്രഗ്സ് ആണ് കാർഡിയാടോണിക് സ്റ്റിറോൾസിൽ വരുന്നത്. അത് 4ഉം കാർഡിയാടോണിക് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിജിറ്റാലിസ് ആണ്. ഡിജിറ്റാലിസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ബാക്കി 3 തെവേഷ്യയും സ്ക്വില്ലും സ്ട്രഫാന്തസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ടെസ്റ്റ് ആയിട്ടുള്ള കെല്ലർ കിലിയാനി ടെസ്റ്റും ബാൽജറ്റ് ടെസ്റ്റും ലീഗൽ ടെസ്റ്റും നമ്മൾ ഫസ്റ്റത്തെ ഡിജിറ്റാലിസിനും ലാസ്റ്റത്തെ സ്ട്രഫാന്തസിനും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സ്ക്വില്ലിന്റെ സ്പെഷ്യൽ ടെസ്റ്റ് ആണ് സ്റ്റിറോൾ ലിബർമാൻ ടെസ്റ്റ്. പിന്നെ ഇത് കാർഡിയാക് ആക്റ്റീവായിട്ട് കാർഡിയാക് ഡിസീസസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.